ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ. സോ ഇന്ന് നമ്മൾ CMA USA ഒരു ഡെമോ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നിങ്ങൾ പലവിധ ടോപ്പിക്സിൻ്റെ ഡെമോ സെഷൻസ് അല്ലെങ്കിൽ പാത്ത് വേ സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പാർട്ട് 2 സെക്ഷൻ A എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് സ്പെസിഫിക് ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാർട്ട് 2 പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടോപ്പിക്കാണ്, ഏറ്റവും രസകരമായ ടോപ്പിക്കാണ്. മാത്രമല്ല, ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസാണ് നിങ്ങളെങ്കിൽ BCom 5th സെമസ്റ്ററിലോ മറ്റോ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയും എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഡെമോ സെഷൻ വെക്കുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാനും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും സാധിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് പാർട്ട് 2 സെക്ഷൻ Aയിൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റേഷ്യോ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ്, ബേസിക് ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കോണ്ടൻറ്റുകൾ ഡിസ്കസ് ചെയ്തിട്ട് എന്തിലേക്ക് പോകാം, ലിക്വിഡിറ്റി റേഷ്യോസിലേക്കും അതുപോലെ തന്നെ CMAൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഈ ഒരു സെഷൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അക്കൗണ്ടിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അക്കൗണ്ടിങ്ങിൻ്റെ എലമെൻറ്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വാക്കുണ്ടല്ലേ, അസറ്റ്. അസറ്റ് എന്താണ്? വാട്ട് ഈസ് ആൻ അസറ്റ്? അസറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു വസ്തുവിനെയും ഏതൊരു റിസോഴ്സിനെയും നമുക്ക് എന്താണെന്ന് പറയാം, അസറ്റ് എന്ന് പറയാം. നമ്മളൊക്കെ നമ്മുടെ വീടിൻ്റെ അസറ്റുകളല്ലേ, നമ്മുടെ അച്ഛനമ്മമാരുടെ അസറ്റുകളല്ലേ, അതോ അസത്തുകളാണോ? അവർ നമ്മളെ അസറ്റായിട്ടാണോ കാണുന്നത്? ഒരു മൂല്യമുള്ള വസ്തുവായിട്ടല്ലേ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? ബിക്കോസ് ദേ ബിലീവ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ വീട്ടിലേക്കും പാരൻസിലേക്കും ഒക്കെ എന്ത് കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ്, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, ഒരു ബെനിഫിറ്റ് ആ ഫാമിലിയിലേക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. മറിച്ച് നിങ്ങളെക്കൊണ്ട് ഒരു ഗുണവുമില്ല, ഫ്യൂച്ചറിൽ നിങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള ബെനിഫിറ്റ്സ്, അത് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആയിക്കോട്ടെ നോൺ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആയിക്കോട്ടെ. എന്താ നോൺ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനം, സ്വസ്ഥത, അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ വീട്ടുകാരെ നിങ്ങൾ എന്തായിട്ടായിരിക്കും കാണുന്നത്, അസറ്റായിട്ടായിരിക്കും കാണുന്നത്. ഇതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്തായിട്ട് മാറും, വീട്ടുകാർക്ക് ഒരു ലയബിലിറ്റി ആയിട്ട് മാറും, വിച്ച് ഈസ് ദ സെക്കൻഡ് ടേം ഔട്ട് ദെയർ അല്ലേ, ലയബിലിറ്റി. സോ അസറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഫ്രം എനി റിസോഴ്സ് വിച്ച് ക്യാൻ ജനറേറ്റ് ഫ്യൂച്ചർ ഇൻകം ഓർ ബെനിഫിറ്റ്സ്, അതിനെ നമുക്ക് എന്തായിട്ട് പറയാം, അസറ്റ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് അസറ്റ്സ്, കോമൺ ആയിട്ടുള്ള അസറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ജസ്റ്റ് ഈ ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ലയബിലിറ്റി ഓൾറെഡി പറഞ്ഞു, ബാധ്യതയാണ് ലയബിലിറ്റി അല്ലേ, കുടുംബത്തിന് ബാധ്യതയായിട്ട് നിൽക്കുന്ന ആൾക്കാരാവരുത് നമ്മൾ അല്ലേ, അസറ്റ് ആയിരിക്കണം. സോ ലയബിലിറ്റി എന്ന് പറയുന്നത് വളരെ സിംപ്ലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഒബ്ലിഗേഷൻ ടു ഡു സംതിങ്. ഒന്നുകിൽ എന്തെങ്കിലും കൊടുക്കാനുള്ളൊരു ബാധ്യതയായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാനുള്ളൊരു ബാധ്യതയായിരിക്കും. വി ഓഫ് സംതിങ് ടു സംബഡി. നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അവിടെ ലയബിലിറ്റി ഉണ്ട്. എന്താ ലയബിലിറ്റി? ആ കടം വാങ്ങിയ പൈസ നിങ്ങൾ തിരിച്ചു നൽകണം. അതുമാത്രമാണോ? ചിലപ്പോൾ നമ്മൾ പലിശയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ കടം വാങ്ങിയ തുക മാത്രമായിരിക്കില്ല തിരിച്ചു കൊടുക്കുന്നത്, ഓൾസോ ദ ഇൻട്രസ്റ്റും നമുക്ക് പേയബിൾ ആണ്. ആ ഒബ്ലിഗേഷൻ കൂടിയുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ലയബിലിറ്റി. സോ ഇറ്റ്സ് ആൻ ഒബ്ലിഗേഷൻ ടു പേ ഓർ ഡു സംതിങ് ഫോർ സംവൺ. ബിസിനസിൻ്റെ പെർസ്പെക്റ്റീവിൽ ലയബിലിറ്റീസ് ഏതൊക്കെയാണ് വരുന്നത് നോർമലി? What are the liabilities in a business scenario? Creditors അല്ലേ, ഈ കടം വാങ്ങിക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് കമ്പനി ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടത്തിന്, റോ മെറ്റീരിയൽസ് കടത്തിന് പർച്ചേസ് ചെയ്യുന്നു, ഇതെല്ലാം എന്താണ്, ലയബിലിറ്റീസ് ആണ്. അസറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സാധനം എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വരുന്ന അസറ്റ് എന്താണ്? ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസ് ആണ് മെയിനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു അസറ്റ് എന്ന് പറയുന്നത് അല്ലേ. ക്യാഷ് കഴിഞ്ഞാലോ അക്കൗണ്ട്സ് റിസീവബിൾ ഉണ്ട്, ഡെപ്റ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അവരെ. എന്താ, നമ്മളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റുകൾ കടത്തിന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാശ് തരാതെ പിന്നീട് തരാമെന്ന് പറയുന്ന ഒരു ഉറപ്പിന്മേൽ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊരു പർട്ടിക്കുലർ ഡേറ്റിന് മുമ്പ് അത് തരുമായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ തരുന്ന അല്ലെങ്കിൽ തരാനുള്ള ആ എമൗണ്ടിനെ നമ്മൾ എന്താ വിളിക്കുക, അക്കൗണ്ട്സ് റിസീവബിൾ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അതെന്താണ്, അസറ്റാണ്.
സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻ്ററി ഉണ്ട്, അതെന്താണ്? അസറ്റാണ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. എല്ലാം പണിഞ്ഞ് ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ട് നമ്മുടെ വെയർ ഹൗസിൽ ഇരിക്കുകയായിരിക്കും. ഇനി വിറ്റാൽ മാത്രം മതി, അല്ലെങ്കിൽ ഷിപ്പ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. അതെന്താണ്? നമ്മളെ സംബന്ധിച്ച് അസറ്റാണ് ഒബ്വിയസ്ലി. ദെൻ വേറെ അസറ്റുകൾ പറയുമ്പോൾ നമുക്ക് ലോങ് ടേം അസറ്റ്സ് ആണ് പിന്നീടുള്ളത്. ലാൻഡ്, ബിൽഡിംഗ്, വെഹിക്കിൾസ്, മെഷീനറി, ഇതെല്ലാം തന്നെ എന്താണ്? ലോങ് ടേം അസറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ അസറ്റുകളൊക്കെ എന്താണ്? അപ്പോൾ കറണ്ട് അസറ്റ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റുകളാണ് അല്ലേ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്? 1 ഇയറിനുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ ക്യാഷായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം അല്ലെങ്കിൽ 12 മാസത്തിനുള്ളിൽ ക്യാഷായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ അസറ്റുകളെയും കറണ്ട് അസറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1 ഇയറിൽ കൂടുതൽ ടൈം എടുക്കുന്ന എല്ലാ അസറ്റുകളും എന്തായിട്ട് മാറും? ഓട്ടോമാറ്റിക്കലി ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ് ആയിട്ട് മാറും. സിമിലർലി ലയബിലിറ്റിൻ്റെ കേസിൽ എന്തുണ്ട്? ഷോർട്ട് ടൈം ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടൈം ലയബിലിറ്റീസ് അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റീസും ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടൈം ലയബിലിറ്റി ആൻഡ് ലോങ് ടൈം ലയബിലിറ്റി? സെയിം കോൺസെപ്റ്റ് ആണ്. 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട എല്ലാ ബാധ്യതകളും കറണ്ട് ലയബിലിറ്റിയാണ്. 1 ഇയറിൽ കൂടുതൽ ബാധ്യതയായിട്ട് വരുന്നതാണെങ്കിൽ അത് ലോങ് ടൈം അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റിയാണ്. ഇപ്പം ബാങ്ക് ലോൺ, നമ്മളൊരു 50 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ ഒരു കമ്പനി എടുത്തു, അത് ഒരു വർഷം കൊണ്ട് കൊടുത്തു തീർക്കോ? ഇല്ല, 10 ഇയേഴ്സോ 20 ഇയേഴ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊടുത്തു തീർക്കുന്നത്. അതേസമയം നമ്മൾ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് റോ മെറ്റീരിയൽസ് പെട്ടെന്ന് വാങ്ങിച്ചു, കടത്തിന് വാങ്ങിച്ചു, അത് ചിലപ്പോൾ 6 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണമായിരിക്കും. അതെന്തായിട്ട് മാറും? ഷോർട്ട് ടൈം ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് മാറും. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദാറ്റ് ബേസിക് ഐഡിയ. മൂന്നാമത്തെ വാചകം എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇക്വിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇക്വിറ്റി, വാട്ട് ഈസ് ഇക്വിറ്റി? ഇക്വിറ്റി കംപ്രൈസസ് ഓഫ് 2 തിങ്സ്. ദാറ്റ് ഈസ്, ഒന്നെന്താണ്? ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയും. അപ്പോൾ അവിടെ ചോദ്യം, ഹു ആർ ദ ഷെയർ ഹോൾഡേഴ്സ്? നോർമലി ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ആ ബിസിനസ്സിൻ്റെ മുതലാളി ഒരു ഷെയർ ഹോൾഡർ ആയിരിക്കും. ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഓണർ എന്ന് പറയാത്തത്? ബിക്കോസ് നോർമലി കമ്പനിക്ക് ഒരു മുതലാളിയോ ഒരു വ്യക്തിയോ മാത്രമായിരിക്കില്ല ഉണ്ടാവുക. കമ്പനിയുടെ ടോട്ടൽ ഓണർഷിപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ആളുകൾക്കും അവരുടെ പ്രപ്പോർഷൻ അനുസരിച്ച് എന്തുണ്ടായിരിക്കും? ഷെയർസ് അലോക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 100 ഷെയർസ് എൻ്റെ കമ്പനിക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 50% ഷെയർ ഞാനായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്, ബാക്കി 50% ചിലപ്പോൾ 500 പേരായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൂലധനമാണ്, ക്യാപിറ്റലാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൂടാതെ ഇക്വിറ്റിയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ് എന്ത്? റീറ്റെയിൻഡ് ഏർണിങ്സ്. വാട്ട് ഈസ് റീറ്റെയിൻഡ് ഏർണിങ്സ്? റീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണ്? നമ്മുടെ കമ്പനിക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിൽ നിന്ന്, എല്ലാ എക്സ്പെൻസുകളും കഴിഞ്ഞ് ബാക്കി വരുന്ന പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ എന്ത് ചെയ്യും? മാറ്റി വെക്കും അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ പേരൻസ്, ഇവൻ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു മന്ത്ലി ഇൻകത്തിൽ നിന്നൊരു നിശ്ചിത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കും. എന്തിനാണ് വെക്കുന്നത്? ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എക്സ്പെൻസ് ഇൻക്വയർ ചെയ്താലോ അത് കവർ ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുക. സിമിലർ സെനാരിയോ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്നൊരു പങ്ക് എന്ത് ചെയ്യുന്നു? മാറ്റി വെക്കുന്നു. അപ്പോൾ ഈ മാറ്റി വെക്കാത്ത പൈസ പിന്നെ എന്താ ചെയ്യുക? നോർമലി അത് ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ അവരെന്ത് ചെയ്യും? പ്രോഫിറ്റ് വീതിച്ചെടുക്കും. അപ്പം അങ്ങനെ വീതിച്ചെടുക്കാതെ പകരം എന്ത് ചെയ്യുക? റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റീറ്റെയിൻഡ് ഏർണിങ്സ് ആക്കി മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ റീറ്റെയിൻഡ് ഏർണിങ്സും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കൂടെ ചേരുന്നതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ 3 ബേസിക് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അസറ്റ് വിച്ച് ബ്രിങ്സ് യു ദ ബെനിഫിറ്റ്സ് ആൻഡ് എക്കണോമിക് ഇൻകം. ലയബിലിറ്റി, ഇറ്റ്സ് ഒബ്ലിഗേഷൻ ടു പേ or do something to someone. Equity comprises of shareholders fund plus retained earnings. ഇനി നമ്മൾ കേട്ട് തഴക്കവും പഴക്കമുള്ള 2 വാക്കുകളാണ് ഏത്? എക്സ്പെൻസും ഇൻകവും. സോ ഫസ്റ്റ് നമുക്ക് ഇൻകം നോക്കാം. വാട്ട് ഈസ് ഇൻകം? വരുമാനം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയല്ലേ, വരുമാനം. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനമാണ്. സോ ഇൻകത്തെ ആക്ച്വലി നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് റവന്യൂ, അനദർ വൺ ഈസ് ഗെയിൻ. റവന്യൂ, ഗെയിനു. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് ഗെയിൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു കമ്പനി അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന്, എന്ത് ആക്ടിവിറ്റീസ്?
ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന്, ദൈനംദിന പ്രവർത്തനത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈലം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുകയാണെങ്കിൽ സൈലം കുറേ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സൈലത്തിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്താ, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ സൈലം ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട്, ആ എമൗണ്ട് എവിടെ നിന്നായിരിക്കും വരുന്നത്, ഇൻ ദ ഫോം ഓഫ് ഫീസ്, ട്യൂഷൻ ഫീസ് അല്ലേ. ആ ട്യൂഷൻ ഫീസിലൂടെ ജനറേറ്റ് ചെയ്യുന്ന പൈസേനെ നമ്മൾ എന്തെന്ന് വിളിക്കും, റവന്യൂ എന്ന് വിളിക്കും. ബിക്കോസ് അതൊരു ഡേ ടു ഡേ ആക്ടിവിറ്റിയാണ്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവില്ലേ, ഒരു വർഷത്തിൽ മിക്ക ഡേയ്സിലും ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബിസിനസ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത് തന്നെ. സോ ദാറ്റ് ഈസ് എ കോർ ആക്ടിവിറ്റി, ദ കോർ ബിസിനസ് ആക്ടിവിറ്റി. അതിൽ നിന്ന് ജനറേറ്റ് ആവുന്ന ഇൻകത്തിനെയാണെന്ന് പറയുന്നത് റവന്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗെയിൻ എന്തായിരിക്കും, സൈലത്തിൻ്റെ എറണാകുളത്തെ ഓഫീസിൽ ഒരു പഴയ കാറ് കിടപ്പുണ്ട്. പണ്ട് ഫാക്കൽറ്റീസിനെയൊക്കെ അതാത് ബ്രാഞ്ചുകളിലേക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ കോളേജസിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കാറാണെന്ന് വിചാരിക്കും. ഈ കാറ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവരും ട്രെയിനിനാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. കാറിന് ഇപ്പോൾ യൂസ് ഇല്ല, ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ഈ കാറിൻ്റെ കറണ്ട് ബുക്ക് വാല്യൂ, അതായത് വാങ്ങിച്ചപ്പോൾ തൊട്ട് ഡിപ്രീസിയേഷനൊക്കെ കൊടുത്ത് ബാക്കി വന്നിരിക്കുന്ന ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 1,00,000 രൂപയാണ് ഈ കാറിൻ്റെ വാല്യൂ. ഈ കാറ് എന്തായാലും വെറുതെ കിടക്കുകയാണ്. ഇത് വെറുതെ കിടന്ന് നശിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് വിറ്റ് കാശാക്കാമെന്ന് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നു. അങ്ങനെ സൈലം ആ കാർ എന്ത് ചെയ്യുന്നു, വിൽക്കാൻ തീരുമാനിക്കുന്നു. ആ കാറ് വിൽക്കുന്നു. ടു ബി എന്താ പറയുക, ലക്കിയാണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ കാർ ആക്ച്വലി 1,70,000 രൂപയ്ക്ക് വിൽക്കാൻ സാധിച്ചു. 1,00,000 രൂപ ബുക്ക് വാല്യൂ ഉള്ള കാറ് 1,70,000 രൂപയ്ക്ക് വിൽക്കാൻ സാധിച്ചു. അപ്പോൾ അവിടെ ഒരു 70,000 രൂപ നമുക്ക് പ്രോഫിറ്റ് പോലെ വന്നില്ലേ. അത് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, ഈ കാറ് വിൽക്കുക എന്നുള്ളത് നമ്മളുടെ ഡേ ടു ഡേ ഓപ്പറേഷൻ അല്ല. ആണോ? സൈലത്തിൻ്റെ ഡേ ടു ഡേ പരിപാടിയാണോ എല്ലാ ദിവസവും ഓരോ കാർ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക എന്നുള്ളത്? അത് ഹ്യുണ്ടായിയോ അല്ലെങ്കിൽ വോക്സ്വാഗനൊക്കെ ചെയ്യത്തില്ല, അത് അവരുടെ ജോലി. അവരുടെ കേസിൽ കാർ വിൽക്കുക എന്ന് പറയുന്നത് എന്താണ്, ഡേ ടു ഡേ ഓപ്പറേഷനാണ്. ഇവിടെ കാർ വിൽക്കുക എന്ന് പറയുന്നത് ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റി അല്ല. ഒരു കാർ ഉണ്ടായിരുന്നു, അത് പഴയതായതുകൊണ്ട് വിൽക്കുന്നു. അതിനർത്ഥം നാളെ അടുത്ത കാർ വിൽക്കും, അതിൻ്റെ അടുത്ത ദിവസം അടുത്ത കാർ വിൽക്കും, അങ്ങനെ എല്ലാ ദിവസവും കാർ വിറ്റുകൊണ്ടിരിക്കുമോ? ഇല്ല. അപ്പോൾ ഈ കാർ വിറ്റ് കിട്ടിയപ്പോൾ നമുക്കൊരു ഗെയിനാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. 1,00,000 മൂല്യമുള്ളൊരു സാധനം 1,70,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ വി ഹാവ് എ ഗെയിൻ. സോ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, ഗെയിൻ എന്ന് പറയും. ഓക്കെ, ഐ തിങ്ക് ദർ ഇസ് എ സ്ലൈറ്റ് പവർ ലോസ്. നെവർ മൈൻഡ്, വി വിൽ കണ്ടിന്യൂ. ഓക്കെ, സോ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്നതിനെ റവന്യൂ എന്നും ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൂടെ അല്ലാതെ വരുന്ന എമൗണ്ടിനെ നമ്മളെന്ന് പറയും, ഗെയിൻ എന്നുമാണ് പറയുന്നത്. സിമിലർ വിത്ത് എക്സ്പെൻസ് ഓൾസോ. എക്സ്പെൻസിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് റൺ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും. ആ എക്സ്പെൻസ് ആണ് നോർമലി നമ്മൾ എക്സ്പെൻസ് എന്ന് തന്നെ പറയുന്നത്. ചെലവാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വേർഡ് ഏതാണ്, ലോസ്. ഇതേ കാർ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഈ കാറിന് ബുക്ക് വാല്യൂ 1 lakh ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് 170 വിറ്റു എന്ന് പറഞ്ഞു. സപ്പോസ് നമുക്കിത് 170 വിൽക്കാൻ പറ്റിയില്ല. 1,00,000 രൂപ മൂല്യമുള്ള ഈ സാധനം നമ്മൾ 75,000 രൂപയ്ക്കാണ് വിറ്റത് എന്ന് വിചാരിക്കുക. 1,00,000 രൂപ മൂല്യമുള്ള കാറ് 75,000 വിറ്റതെങ്കിൽ അവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റാണ് വന്നിരിക്കുന്നത്. 25,000 രൂപ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ലോസ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അത് എക്സ്പെൻസ് അല്ല, ലോസ് ആണ്. സോ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ചിലവാണെങ്കിൽ അത് എക്സ്പെൻസും, ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത ചിലവാണെങ്കിൽ അതെന്താണ്, ലോസുമായിട്ട് മാറും. ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ചിലവ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സൈലത്തിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്നുള്ള ക്ലാസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ എന്തൊക്കെയാണ് എക്സ്പെൻസ് വരിക? ഒബ്വിയസ്ലി ഫാക്കൽറ്റീൻ്റെ പേയ്മെൻറ്റ് വരും അല്ലേ. ഫാക്കൽറ്റീൻ്റെ പേയ്മെൻറ്റ് എക്സ്പെൻസ് ആണ്. ഇലക്ട്രിസിറ്റി, പവർ അതെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് എക്സ്പെൻസ് ആണ്. റെൻറ്റ് എക്സ്പെൻസ് ഉണ്ട്, ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് എക്സ്പെൻസ് ഉണ്ട്. അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, സ്റ്റാഫിന് വേജസ് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, എക്സ്പെൻസുകളാണ്. ബിക്കോസ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ കോർ ഓപ്പറേഷണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധമുള്ള ഐറ്റംസ് ആണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. അണ്ടർസ്റ്റാൻഡ്? പവർ ഈസ് ബാക്ക് ഓൺ. ഓക്കെ,
സോ ഐ തിങ്ക് യു ഗോട്ട് ദാറ്റ് ബേസിക് ഐഡിയ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. കാരണം ഇനി നമ്മളിതിൻ്റെ ലിക്വിഡിറ്റി റേഷ്യോസ് പഠിക്കുമ്പോൾ ഈ അസറ്റ് ഏതൊക്കെയാണ്, ഷോർട്ട് ടൈം അസറ്റ് ഏതാണ്, ലോങ് ടൈം അസറ്റ് ഏതാണെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ, ഓരോ റേഷ്യോസ് പ്രോപ്പറായിട്ട് പിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഓരോ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. കറണ്ട് അസറ്റും അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസും ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത്. ബിക്കോസ് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡിറ്റി റേഷ്യോ, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം തന്നെ ഇറ്റ്സ് ദ എബിലിറ്റി ടു കൺവേർട്ട് അസറ്റ് ഇൻ ടു ക്യാഷ് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് വാല്യൂ. അസറ്റുകളെ ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും വേഗത്തിൽ ക്യാഷായിട്ട് കൺവെർട്ട് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് കാശാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ലിക്വിഡ് അസറ്റ് ആയിരിക്കും. കുറേ സമയം എടുത്താൽ മാത്രമേ അതിനെ കൺവെർട്ട് ചെയ്ത് കാശാക്കാൻ പറ്റുള്ളെങ്കിൽ അതെന്തായിരിക്കും, ലിക്വിഡിറ്റി കുറഞ്ഞ അസറ്റ് ആയിരിക്കും. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ആരൊക്കെയാണ് കറണ്ട് അസറ്റ് എന്ന് നോക്കിയേ. ആസ് യു ക്യാൻ സീ ഹിയർ, കറണ്ട് അസറ്റിൽ ഏതൊക്കെയുള്ളത്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അല്ലേ. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതെല്ലാം എന്താണ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൽ വരുന്നതാണ്, കറണ്ട് അസറ്റ് ആണ്. അക്കൗണ്ട്സ് റിസീവബിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, കറണ്ട് അസറ്റ് ആണ്. അതിന് പകരം പറയുന്ന പേരെന്തായിരുന്നു, നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയാറുണ്ട്. മറ്റൊരു ടേം യൂസ് ചെയ്യുന്നത് ബിൽസ് റിസീവബിൾ എന്നും പറയാറുണ്ട്. സോ അക്കൗണ്ട്സ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ ഇതെല്ലാം എന്താണ്, കറണ്ട് അസറ്റ് ആണ്. ബിക്കോസ് വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ക്യാഷ് വിത്തിൻ എൻ ഇയർ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് വാല്യൂ. ഇൻവെൻറ്ററിയെ നമ്മൾ സ്റ്റോക്ക് എന്നും വിളിക്കാറുണ്ട്. ഇൻവെൻറ്ററി എന്താണ്, സ്റ്റോക്കാണ്. അപ്പോൾ അത് കറണ്ട് അസറ്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, എന്താ പ്രീപെയ്ഡ് എക്സ്പെൻസ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻകൂട്ടി കൊടുക്കുന്ന ചെലവ്. അതായത് ആ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് ആക്ച്വലി വരും, പക്ഷേ ഇപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, നമ്മളങ്ങ് മുന്നേ കൊടുക്കുക. ഇറ്റ്സ് ലൈക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കത്തേ ഉള്ളൂ. നിങ്ങൾ മൊബൈൽ റീചാർജ് ചെയ്യില്ലേ, മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് നമ്മൾ എത്ര കാലത്തേക്കാണ്, 1 മന്തിലേക്കല്ലേ. അവർ 1 മന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 28 ദിവസമേ തരാറുള്ളൂ. സപ്പോസ് നിങ്ങൾ 28 ദിവസത്തേക്ക് ജിയോയുടെ 5Gയുടെ ഒരു ഓഫർ ചെയ്തു, 349 രൂപയാണ് അല്ലേ ജിയോൻ്റെ 1 മന്തിലെ 28 ഡേയ്സിലേക്കുള്ളത്. അപ്പം നിങ്ങളത് 1-ാം തീയതി ചെയ്തു, ജൂലൈ 1-ാം തീയതി നിങ്ങൾ ഈ റീചാർജ് ചെയ്തു. ഇത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണോ? അതെ. കാരണം എന്താ, ഇനി വരാൻ പോകുന്ന 28 ദിവസത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന സർവീസിന് നിങ്ങൾ 1-ാം തീയതി തന്നെ എന്ത് ചെയ്യാണ്, മുൻകൂട്ടി പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് അസറ്റായിട്ട് മാറുന്നത്? വൺസ് നമ്മൾ ആ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ഒബ്ലിഗേഷൻ ആൻഡ് ലയബിലിറ്റി ഓഫ് ജിയോ ടു പ്രൊവൈഡ് ദ നെറ്റ്വർക്ക് ആൻഡ് ഡേറ്റ. നമ്മൾ പൈസ കൊടുത്തു, കാശ് ഞാൻ തന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് എനിക്ക് 28 ദിവസത്തേക്കുള്ള സർവീസ് തന്നിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ദിവസം സർവീസ് കിട്ടാതിരുന്നാൽ ആർക്കാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാവുക? ഒബ്വിയസ്ലി ഇത് ടെലികോം കമ്പനിക്ക് അവിടെ പ്രോബ്ലം ഉണ്ടാവും. അവരവരുടെ ഒബ്ലിഗേഷൻ എന്ത് ചെയ്തില്ല, മീറ്റ് ചെയ്തില്ല എന്നാവും. കാരണം അതിനൂടെ ചേർത്തിട്ടാണല്ലോ നമ്മുടെ ഇത് എന്ത് മേടിച്ചത്, ക്യാഷ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്പെൻസ് നമ്മൾ മുൻകൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായി മാറുകയാണ്, ഇറ്റ്സ് ആൻ അസറ്റാണ്. ആ സർവീസ് അവർ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതെന്തായിട്ട് മാറുന്നുള്ളൂ, ആ ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന അസറ്റ് ഇല്ലാണ്ടാവുള്ളൂ. ഇപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓർ ദി കമ്പനീസ്, അവർ ചിലപ്പം എന്ത് ചെയ്യും, മുൻകൂട്ടി ഫീസ് വാങ്ങും. അതായത് ഒരു കോഴ്സിന് നമ്മൾ ചേരുന്ന സമയത്ത് എൻറ്റയർ കോഴ്സിൻ്റെ ഫീ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ അവിടെ എന്താ ഒബ്ലിഗേഷൻ വരിക, നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ഫീൻ്റെ മുഴുവൻ സർവീസും കമ്പനി എന്ത് ചെയ്തിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. ബിക്കോസ് അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ക്ലാസ് കഴിയുന്തോറും നിങ്ങൾ പേ ചെയ്യുവാണെങ്കിൽ അതെന്തല്ല, പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ല. ക്ലാസ് കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്, അതെന്തായിട്ട് മാറും, അസറ്റായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ കറണ്ട് അസറ്റ് കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം കൂടിയാണത്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, യൂഷ്വലി മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെയാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേയധികം ഈസി അല്ലെങ്കിൽ വളരെ ചെറിയ ടൈമിനുള്ളിൽ വിറ്റ് കാശാക്കാൻ പറ്റുന്ന ചില സെക്യൂരിറ്റീസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സെക്യൂരിറ്റീസ് ഉണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ട്രഷറി ബില്ല്, അല്ലെ ട്രഷറി സ്റ്റോക്ക് എന്നൊക്കെ പറയും, ട്രഷറി ബില്ലെന്ന് പറയും, ടി ബില്ലെന്ന് പറയും അമേരിക്കൻ കേസിൽ. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് 1 ഇയറിനുള്ളിൽ എന്ത് ചെയ്യാം, വിറ്റ് കാശാക്കാൻ പറ്റും.
അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സർപ്ലസ് ആയിട്ട് ഫണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷോർട്ട് ടൈം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിടാം. പെട്ടെന്ന് ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യാൽ മതി, വിറ്റ് കാശാക്കിയാൽ മതി. ഇത് പെട്ടെന്ന് വിറ്റ് പോവുകയും ചെയ്യും. കാരണം പലതിൻ്റെയും മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 180 days 270 days ഒക്കെയാണ്, അല്ലെങ്കിൽ 90 days ഒക്കെയാണ്. അപ്പോൾ അത്രയും ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് കാശായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തായിട്ട് കാണുന്നത്, കറണ്ട് അസറ്റ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നായിരിക്കും ചില ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നായിരിക്കും. എങ്കിലും അത് എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നോട്ട്സ് റിസീവബിൾ. നോട്ട്സ് റിസീവബിൾ എന്ന കേസിൽ ശ്രദ്ധിക്കുക, ഇത് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. റിസീവബിൾ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, കിട്ടാനുള്ള പൈസ. പക്ഷെ അത് 1 yearനുള്ളിൽ തന്നെ കിട്ടാനുള്ളതാണെങ്കിൽ കറണ്ട് അസറ്റ് ആവും. അപ്പോൾ അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡ്യൂ വിത്തിൻ 1 year എന്ന്. അപ്പോൾ ചില കേസിൽ ക്വസ്റ്റ്യൻസിനകത്ത് എന്തായിരിക്കും, 2 വർഷം കൊണ്ട് കിട്ടുന്നതായിരിക്കും, ചിലപ്പോൾ 5 വർഷം കൊണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, ലോങ് ടൈം അസറ്റായിട്ട്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റായിട്ട്, അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റായിട്ട് കൺസിഡർ ചെയ്യണം. വിത്തിൻ 1 year വരുന്ന എല്ലാം തന്നെ എന്താണ്, കറണ്ട് അസറ്റ് കാറ്റഗറിയാണ്. മറ്റെന്തെങ്കിലും റിസീവബിൾസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ ബിൽസ് റിസീവബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കറണ്ട് അസറ്റാണ്. ഇഫ് ഇറ്റ് ഹാസ് ടു ബി കളക്റ്റഡ് വിത്തിൻ 1 year, അല്ലെങ്കിൽ 12 monthsനുള്ളിൽ കളക്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, കറണ്ട് അസറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ദീസ് ആർ ദ കറണ്ട് അസറ്റ്, കോമൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് ഒന്ന് ചെക്ക് ചെയ്യാം. കറണ്ട് ലയബിലിറ്റീസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അക്കൗണ്ട്സ് പേയബിൾ. അവിടെ അക്കൗണ്ട്സ് റിസീവബിൾ ആയിരുന്നു, ഇവിടെ എന്തായി, അക്കൗണ്ട്സ് പേയബിൾ, അങ്ങോട്ട് കാശ് കൊടുക്കാനുണ്ട്. നമ്മൾ റോ മെറ്റീരിയൽസോ മറ്റോ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടായിരിക്കും, അത് 1 yearനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഷോർട്ട് ടൈം ലോൺസ് പേയബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അക്രൂഡ് എക്സ്പെൻസ്. വാട്ട് ഈസ് അക്രൂഡ് എക്സ്പെൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ അക്രൂഡ് എക്സ്പെൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് എക്സ്പെൻസിൻ്റെ കാര്യം, ആ ഒരു ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞു, പക്ഷേ നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്യാണ്, ഞാൻ എൻ്റെ ജോലി ചെയ്ത് തീർത്തു, പക്ഷേ അവരെനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ശമ്പളം തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. കമ്പനിയുടെ കേസിൽ അപ്പോൾ അതെന്തായിട്ട് മാറും, അക്രൂഡ് എക്സ്പെൻസ് ആയിട്ട് മാറും. ഇപ്പോൾ ഒരാൾ വീട് പണിയാനായിട്ട് കോൺട്രാക്റ്റ് എടുത്തു, നിങ്ങൾ വീട് മൊത്തം പണിഞ്ഞു കഴിഞ്ഞു, പക്ഷേ വീട് പണിഞ്ഞു കഴിഞ്ഞിട്ടും ആ വീട്ടുടമസ്ഥൻ എന്ത് ചെയ്തില്ല, പേയ്മെൻറ്റ് തന്നിട്ടില്ല എങ്കിൽ അതെന്തായിട്ട് മാറും, അക്രൂഡ് എക്സ്പെൻസ് ആയിട്ട് മാറും. അപ്പോൾ ആ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചത് എന്താണ്, ലയബിലിറ്റി അല്ലേ, കൊടുത്ത് തീർക്കേണ്ട പൈസ. സോ ദാറ്റ് ഈസ് കറണ്ട് ലയബിലിറ്റിയുടെ കാറ്റഗറിയിലാണ് അക്രൂഡ് എക്സ്പെൻസ് വരുന്നത്. കറണ്ട് അസറ്റിലാണ് എന്ത് വരുന്നത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുന്നത്. തിരിഞ്ഞു പോകാതിരിക്കുക. അൺഏൺഡ് ഓർ ഡിഫേർഡ് റവന്യൂ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബട്ട് നോട്ട് ഡെലിവേർഡ്. പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ഓപ്പോസിറ്റുള്ള വശത്ത് നിന്ന് ചിന്തിച്ചാൽ അതെന്തായിട്ട് മാറും, അൺഏൺഡ് റവന്യൂ ആയിട്ട് മാറും. അതായത് ഒരു സർവീസ് നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ ഒരാൾ നമുക്ക് ക്യാഷ് തരികയാണെങ്കിലോ, സർവീസ് കൊടുക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഒരു കിലോ മാങ്ങ ഞാൻ അയാൾക്ക് കൊടുത്തിട്ടില്ല, പക്ഷേ അയാൾ മുൻകൂട്ടി 1 കിലോ മാങ്ങയുടെ പൈസ എനിക്ക് തന്നു, എനിക്ക് ലയബിലിറ്റി അല്ലേ. ഇനി ഞാൻ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, 1 കിലോ മാങ്ങ ഇനി ഒപ്പിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. സീസൺ അല്ലെങ്കിൽ പോലും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ, ഞാൻ എന്ത് ചെയ്യണം, ആ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അതിനെയാണ് അൺഏൺഡ് റവന്യൂ എന്ന് പറയുന്നത്. സർവീസോ പ്രൊഡക്റ്റോ കൊടുക്കാതെ കാശ് മുൻകൂട്ടി വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ അത് ഏത് കാറ്റഗറി വരും, അൺഏൺഡ് റവന്യൂ കാറ്റഗറിയിൽ വരും. ഓക്കെ, ദെൻ കറണ്ട് പോർഷൻ ഓഫ് ലോങ് ടൈം ഡെപ്റ്റ്. ചിലപ്പോൾ നമുക്ക് വലിയ ലോങ് ടൈം ഡെപ്റ്റ് ഉണ്ടായിരിക്കും, 10 വർഷത്തേക്കുള്ള ലോൺ ആയിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ 10 വർഷത്തെ ലോണിൽ ചില എമൗണ്ട് നമ്മളൊരു 1 yearനുള്ളിൽ എന്ത് ചെയ്യണം, കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ക്ലോസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 yearനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതയാണെങ്കിൽ അതെന്തായിട്ട് മാറും, കറണ്ട് ലയബിലിറ്റി ആയിട്ട് ചേഞ്ച് ആവുന്നതാണ്. ടാക്സ് പേയബിൾ, ടാക്സ് കൊടുക്കണ്ടേ. ടാക്സ് നോർമലി വരുന്നത് നമുക്ക് ഫൈനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തിട്ടല്ലേ, ഓരോ വർഷം ഓരോ ടാക്സ് അല്ലേ വരുന്നത്. ആ വർഷത്തെ പെർഫോമൻസിൻ്റെയും റവന്യൂവിൻ്റെയും ഇൻകത്തിൻ്റെ എക്സ്പെൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് വരുന്നത് ടാക്സ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ അതും 1 yearനെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ എന്താണ്, കറണ്ട് ലയബിലിറ്റിയിലാണ് വരുന്നത്. ഡിവിഡൻസ് പേയബിൾ. ഡിവിഡൻസ് പേയബിൾ എന്ന് പറയുമ്പോൾ ഡിവിഡൻറ്റ് കൊടുത്തിട്ടില്ല, ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഞങ്ങളിതാ ഡിവിഡൻറ്റ് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത്രയും നെറ്റ് ഇൻകം ഉണ്ട്, ഞങ്ങൾ ഒരു ഷെയറിൻ്റെ പുറത്ത് ഇത്ര ഡിവിഡൻറ്റ് വെച്ച് തരും എന്ന് പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ലയബിലിറ്റിയാണ്. എപ്പോഴാണ് ലയബിലിറ്റി ഇല്ലാണ്ടാവുന്നത്, പ്രഖ്യാപിച്ച ഡിവിഡൻറ്റ് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ലയബിലിറ്റി ഇല്ലാണ്ടാവും.
പ്രഖ്യാപിക്കുന്ന ഒരു ഡേറ്റ് വേറെ, കൊടുക്കുന്ന ഡേറ്റ് വേറെയാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. സോ ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ജൂൺ 21 പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം $2 ഡിവിഡൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട് പെർ ഷെയർ. അപ്പോൾ നിങ്ങളൊരു 100 ഷെയർ കൈവച്ചിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2000 അല്ലെങ്കിൽ 200 ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ അത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇനി എന്നാണോ ഞാൻ ആ 200 തരുന്നത് അന്ന് മാത്രമേ അതെന്തായിട്ട് മാറുന്നുള്ളൂ? ലയബിലിറ്റിയിൽ നിന്ന് ക്യാൻസലായി പോവുകയുള്ളൂ. സോ ദീസ് ആർ ദ കോമൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ തൽക്കാലം നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് ചെയ്യാനായിട്ട് മെയിൻലി വേണ്ടുന്ന 2 ഐറ്റംസ് ഈ കറണ്ട് അസറ്റ്സും അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം നോൺ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് ലയബിലിറ്റീസിലും പോകുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ലാൻഡ് ആൻഡ് എക്യുപ്മെൻറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിംഗ്, ഇതെല്ലാം തന്നെ എന്താണ്? നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ് ദ മോമെൻറ്റ് ഐ എം നോട്ട് ഗോയിങ് ടു ഗോ ത്രൂ വിത്ത് ഫിക്സഡ് അസറ്റ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ മെയിൻ ഐറ്റം, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ ഒരു സെഷൻ, ഡെമോ സെഷൻ വെച്ചിരിക്കുന്ന തന്നെ നമ്മളൊരു പർട്ടിക്കുലർ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും, ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ നോക്കിയാൽ റേഷ്യോ അനാലിസിസ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അവിടെ ഏതൊക്കെ റേഷ്യോസ് ഉള്ളത്? ലിക്വിഡിറ്റി റേഷ്യോസ്, ലിവറേജ്, ആക്ടിവിറ്റി റേഷ്യോസ്, മാർക്കറ്റ് റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. നമ്മുടെ CMA USA പാർട്ട് 2 സെക്ഷൻ എയിൽ നമ്മൾ ഈ പറഞ്ഞൊരു ഏകദേശം 8 കാറ്റഗറി, ഇതിൻ്റെ താഴോട്ട് കൊണ്ട് കേട്ടോ, ഒരു 8 കാറ്റഗറി ഓഫ് റേഷ്യോസ് പഠിക്കുന്നുണ്ട്. ഈ 8 കാറ്റഗറി ഓഫ് റേഷ്യോസിനകത്ത് അറൗണ്ട് ഒരു 40+ റേഷ്യോസ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. 40-ലധികം റേഷ്യോസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് 40 എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും റേഷ്യോസൊക്കെ എങ്ങനെ പഠിക്കുക? പ്രത്യേകിച്ച് ഇതിൻ്റെ ഇക്വേഷൻസ് ഓർത്തിരിക്കണമല്ലോ. അപ്പോൾ നമ്മളിത് കാണാതെ പഠിക്കാനല്ല പോകുന്നത്. നമ്മളിതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി എന്തിനാണ് ഈ റേഷ്യോ വെക്കുന്നത്, എന്ത് കണ്ടുപിടിക്കാനാണ് ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ യൂസ് എന്താണ്, ഇങ്ങനെ എല്ലാ വേരിയഡ് ഫാക്ടേഴ്സും മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഈ റേഷ്യോസ് പഠിക്കാനായിട്ട്. സോ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. 1 സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ. നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോയിലേക്ക് പോവാം. ഓക്കെ, ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തായിരുന്നു? ഇറ്റ്സ് എ എബിലിറ്റി ഓഫ് ദ കമ്പനി ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് or the ability of the company to convert asset into cash without significant loss of value. ഇതാണ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു കമ്പനി ലിക്വിഡ് ആണോ, അവർക്ക് ലിക്വിഡിറ്റി ഉണ്ടോ, അവരുടെ ലിക്വിഡിറ്റി ഹൈ ആണോ ലോ ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ഡിഗ്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ. സോ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് ഇത്രയും നേരം നിന്ന് കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിയുടെയൊക്കെ കഥ പറഞ്ഞത്, എന്തിനാണ് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡസ് ദാറ്റ് മീൻ? നിങ്ങളുടെ കമ്പനിക്ക് കറണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള അത്രയും അസറ്റ് കയ്യിലുണ്ടോ എന്നുള്ളതാണ് കറണ്ട് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞേ? കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി. എങ്ങനെയാണ് എബിലിറ്റി ഉണ്ടാവുക? അതിനാവശ്യമായ കറണ്ട് അസറ്റ് വേണം. നിങ്ങൾക്ക് 20 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, ഒരാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കണം. 20 രൂപ കൊടുത്തേ പറ്റൂ. ഈ 20 രൂപ കൊടുക്കാനുള്ള അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്തസറ്റാ? കറണ്ട് അസറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഈ കറണ്ട് റേഷ്യോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 20 രൂപ കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഒന്നുകിൽ 20 രൂപയുടെ ക്യാഷ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 20 രൂപയുടെ മൂല്യമുള്ളൊരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, അതുമല്ലെങ്കിൽ 20 രൂപയുടെ മൂല്യമുള്ളൊരു അസറ്റ് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 20 രൂപ നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് തരാനുണ്ടായിരിക്കണം, ഡെപ്റ്റർ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലല്ല ഈ പറഞ്ഞ 1 വീക്ക് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂ? ആ 20 റുപ്പീസ് നമുക്ക് പേ ഓഫ് ചെയ്യാൻ പറ്റൂ. സോ നിങ്ങളുടെ ഷോർട്ട് ടൈം കറണ്ട് ലയബിലിറ്റികൾ പേ ഓഫ് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്കുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന
റേഷ്യോ ആണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമ്മളിപ്പോൾ 20 രൂപ 30 രൂപ എന്നുള്ള എക്സാമ്പിൾ പറയുന്നു. ഒരു ലാർജ് കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർക്ക് ഇതിനുള്ള എബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പാടായിരിക്കും. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് റേഷ്യോ തരികയാണ്. ഈ കമ്പനിയുടെ കറണ്ട് റേഷ്യോ 2:1 ആണെന്ന് പറയുകയാണെങ്കിൽ അർത്ഥം എന്താ? ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ കമ്പനിയുടെ കറണ്ട് റേഷ്യോ 2:1 ആണ്, 2:1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് കറണ്ട് ലയബിലിറ്റി എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി കറണ്ട് അസറ്റ് ഉണ്ടെന്ന് അർത്ഥം. കറണ്ട് റേഷ്യോ 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഒരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റീൻ്റെ ഇരട്ടി അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, കറണ്ട് അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് അർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ഗുണം? നിങ്ങൾക്ക് സന്തോഷമായിട്ട് കിടന്നുറങ്ങിക്കൂടെ? നിങ്ങളുടെ ബാധ്യത എത്രയാണോ ആ ബാധ്യതയേക്കാൾ കൂടുതൽ പൈസ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മൂല്യമുള്ള സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ 2:1 ആണ് ഒരു സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇഫ് എ കമ്പനി ഹാവ് എ കറണ്ട് റേഷ്യോ ഓഫ് 2:1, 2:1 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ടെങ്കിൽ ആ കമ്പനി ലിക്വിഡിറ്റി ഉള്ള കമ്പനിയാണ്. അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. കമ്പനി ഭയപ്പെടാനില്ല. 2ൽ താഴെയാണെങ്കിലും അപ്പം 2:1 സ്ഥാനത്ത് 1.5:1 എന്നോ മറ്റോ ആണ് വരുന്നെങ്കിൽ അർത്ഥം എന്തായിരിക്കും? അവിടെ കുറച്ച് പേടിക്കാനുണ്ടല്ലേ? ഭയം വേണ്ട, ജാഗ്രത മതി എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ജാഗ്രത വേണം. കാരണം 2 ഇല്ല, 2 ഇരട്ടി ഇല്ല. 10 രൂപ ലയബിലിറ്റി ഉണ്ടെങ്കിൽ 15 രൂപയുടെ അസറ്റേ ഉള്ളൂ. അപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 10 രൂപയുടെ ലയബിലിറ്റിക്ക് 15 രൂപയുടെ അസറ്റ് കയ്യിലുണ്ടെങ്കിൽ അവിടെ 5 രൂപ ഒരു എക്സ്ട്രാ മാർജിൻ ഉണ്ട്. അതാ പറഞ്ഞത്, ഭയം വേണ്ട, ജാഗ്രത മതി. പക്ഷേ ഇത് 0.8 വല്ലതും ആണെങ്കിലോ? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 0.8 0.5 ഒക്കെയാണ് വരുന്നതെങ്കിൽ അർത്ഥം എന്തായിരിക്കും? നിങ്ങൾക്ക് ലയബിലിറ്റി ഉണ്ട്, ആ ലയബിലിറ്റീനേക്കാൾ കുറവാണ് കറണ്ട് അസറ്റ് എന്ന്. അങ്ങനെ വരുമ്പോൾ ഇൻ കേസ് ആ ലയബിലിറ്റി പേ ചെയ്യേണ്ട സമയത്ത് അത് കൊടുക്കാനുള്ള കാശ് അല്ലെങ്കിൽ സംവിധാനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? തകരും, ബുദ്ധിമുട്ടിലാവും. പലവിധ മറ്റു മാർഗ്ഗങ്ങളൊക്കെ നേരിടേണ്ടി, ചിലപ്പോൾ കടം മേടിച്ച് കൊടുക്കേണ്ടി വരും. വിച്ച് ക്യാൻ നിങ്ങളെ മൊത്തം ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഒപ്റ്റിമം റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അതായത് ലയബിലിറ്റി എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി അസറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒപ്റ്റിമമായിട്ടുള്ള ഒരു കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ ഇവിടെയുണ്ട്. എന്താ ഇക്വേഷൻ? കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ 2 കറണ്ട് സാധനങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. ആര് തമ്മിലുള്ള ബന്ധമാണ് കറണ്ട് റേഷ്യോ നോക്കുന്നത്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ബന്ധമാണ്. അവർ തമ്മിലുള്ള ബന്ധമാണ് കറണ്ട് റേഷ്യോയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ് എന്നുള്ളത് ഓർമ്മ വേണം, ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി എന്നുള്ളത് ഓർമ്മ വേണം. അത് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ടാസ്ക്. അപ്പോൾ ഇനി അടുത്ത ലിക്വിഡിറ്റി റേഷ്യോ നമുക്ക് ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ, ഡോണ്ട് വറി. അപ്പോൾ ആദ്യം നമുക്ക് ഈ റേഷ്യോസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ നമ്മുടെ രണ്ടാമത്തെ റേഷ്യോ ആണ് ക്വിക്ക് റേഷ്യോ, അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ക്വിക്ക് റേഷ്യോ അഥവാ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. നമുക്കെല്ലാവർക്കും 2 പേരുകൾ ഉണ്ടാവാറില്ലേ? ചിലപ്പോൾ സ്കൂളിലൊരു പേര്, വീട്ടിലൊരു പേര്, കൂട്ടുകാർക്കിടയിൽ വേറൊരു പേര്, അല്ലേ? മൾട്ടിപ്പിൾ പേരുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യത്യസ്തനായ ആളാണ് ആര്? ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നുള്ളത്. എന്തിനാണ് ഈ ഒരു റേഷ്യോ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറണ്ട് റേഷ്യോനെ ചില സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കറണ്ട് റേഷ്യോ എന്താണ്? അത്ര ട്രസ്റ്റ് വർത്തിയല്ല. കാരണം കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. ഈ കറണ്ട് അസറ്റിനകത്ത് ആരൊക്കെ വരും? സ്റ്റോക്ക് വരും, ഇൻവെൻട്രി വരും, അല്ലേ? അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ വരും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു എമൗണ്ട് നമ്മൾ മുൻകൂട്ടി കൊടുത്തു, സർവീസ് കിട്ടിയിട്ടില്ല, അല്ലെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ആ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അത് അസറ്റ് അല്ലാതാവും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അസറ്റായിട്ട് കാണിക്കുന്നത്, അത് നമ്മൾ റേഷ്യോ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മളെ കുറച്ചൊക്കെ മിസ്ലീഡിങ് ആയിരിക്കും. നമുക്ക് അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട് എന്ന് അത് വായിച്ച് നോക്കുന്ന ഒരാൾക്ക് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ക്വിക്ക് റേഷ്യോയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ഒരു റിസ്ക് എലമെൻസ് ഒക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ജെന്യുവിൻ കറണ്ട് അസറ്റ്. എന്താ ഈ ജെന്യുവിൻ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ?
കറക്റ്റ് അത് അസറ്റാണ്. അസറ്റ് എന്ന് പറഞ്ഞത് അസറ്റാണ്, അതിനകത്ത് ഇഫും ബട്ടും ഒന്നുമില്ല. ക്യാഷ് ജെനുവിൻ കറണ്ട് അസറ്റാണ്. ക്യാഷ് അറ്റ് ബാങ്ക് കറക്റ്റ് ക്യാഷല്ലേ ഇരിക്കുന്നത്, അതിൽ കൺഫ്യൂഷൻസ് ഇല്ല. അക്കൗണ്ട്സ് റെസീവബിൾ കുഴപ്പമില്ല, കാരണം കാശ് കിട്ടാനുള്ളതാണ്, അതിനെയും കൺസിഡർ ചെയ്യാം. സ്റ്റോക്ക് ജെനുവിനിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി പ്രശ്നമാണ്. കാരണം എന്താ, അല്ലെങ്കിൽ ഇൻവെൻട്രി ഇത് സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ട്, ഇത് വിറ്റ് പോയാലല്ലേ കാശാവത്തുള്ളൂ. സ്റ്റോക്ക് വിൽക്കാതെ ആജീവനാന്ത് അവിടെ ഇരുന്നാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിക്കാം, അസറ്റിൽ കാണിക്കാം എന്നുള്ളതല്ലാതെ അത് കാശാവുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം കറണ്ട് റേഷ്യോ നോക്കുന്ന ഒരാൾ ചിലപ്പം കറണ്ട് റേഷ്യോ 2:1 വരെ ചിലപ്പോൾ 5:1 ആയിരിക്കും കിടക്കുന്നത്. അതായത് നിങ്ങൾക്ക് 10 ലയബിലിറ്റി ഉണ്ടെങ്കിൽ 50 അസറ്റ് കാണും, പക്ഷേ ഈ 50-ൽ 40 ചിലപ്പോൾ സ്റ്റോക്കിലായിരിക്കും ഇരിക്കുന്നത്. അത് ആക്ച്വലി ലിക്വിഡ് ആണോ? അല്ല. അപ്പോൾ അവിടെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് വിറ്റ് പോകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് എക്സ്പെൻസിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റോ സർവീസോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അസറ്റ് അല്ല. അപ്പോൾ ആ 2 ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് കളയുന്നു. എവിടുന്ന്? കറണ്ട് അസറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്നു. വേണ്ട, അവരിനി വേണ്ട. ആരൊക്കെ? സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ ആരൊക്കെ ഉള്ളൂ ഈ ഒരു ടീമിലിപ്പം? ക്യുക്ക് റേഷ്യോയിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. ഇപ്പോൾ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക, ഈസി ടു റിമെമ്പർ. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ലിക്വിഡിറ്റി റേഷ്യോയിലെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി കറണ്ട് ലയബിലിറ്റി ആയിരിക്കും. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും അറിയാത്ത ആൾക്കാരുണ്ടോ? 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ, മുകളിലിരിക്കുന്ന ആൾ ന്യൂമറേറ്ററും താഴെ ഇരിക്കുന്ന ആൾ ഡിനോമിനേറ്ററുമാണ്. അപ്പോൾ ഈ ഡിനോമിനേറ്ററായിട്ട് എപ്പോഴും നമുക്ക് ഇക്വേഷൻസിൽ വരുന്ന ആരാ? കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഈ ക്യുക്ക് അസറ്റിൽ ആരൊക്കെയാണ് വരുന്നത്? ഹു ഓൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ക്യുക്ക് അസറ്റ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ. അക്കൗണ്ട്സ് റെസീവബിളിനെ നമുക്ക് കൺസിഡർ ചെയ്യാം, തരക്കേടില്ല. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. എന്തായിരുന്നു മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്? 6 മാസത്തിനുള്ളിലും 1 വർഷത്തിനുള്ളിലും ഒക്കെ വിറ്റ് കാശാക്കാൻ പറ്റുന്ന സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തിയാണ്, വിറ്റ് കാശാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ക്യുക്ക് അസറ്റിൽ എന്ത് ചെയ്തിരിക്കുന്നത്, അവരെ കൂടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആരെ എടുക്കുന്നില്ല? ഇൻവെൻട്രി എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും ആൾക്കാരെ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് എന്ത് വരുന്നത്, ക്യുക്ക് അസറ്റ് റേഷ്യോ, ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒപ്റ്റിമം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1:1 ആണ്. എത്രയാണ്? 1:1. കറണ്ട് റേഷ്യോയുടെ കേസിൽ നമ്മൾ എത്രയാണ് പറഞ്ഞിരുന്നത്? 2:1 ആണ്. അത് കമ്പനിക്ക് കറണ്ട് റേഷ്യോ 2:1 ഉണ്ടെങ്കിൽ ആ കമ്പനി ലിക്വിഡിറ്റി ഉള്ള കമ്പനിയാണെന്ന് നമുക്ക് അനുമാനിക്കാം. ക്യുക്ക് റേഷ്യോ സ്റ്റാൻഡേർഡായിട്ട് വേണ്ടത് 1:1 ആണ്. അതായത് കറണ്ട് ലയബിലിറ്റിയും ക്യുക്ക് അസറ്റും തുല്യമായിരിക്കണം. അപ്പോഴാണല്ലോ 1:1 വരുന്നത്. 5/5, 10/10, 200/200, 10 ലക്ഷം/10 ലക്ഷം, അങ്ങനെ 1:1 റേഷ്യോ എന്നുള്ളതാണ് ഒപ്റ്റിമം ക്യുക്ക് റേഷ്യോ. അപ്പോൾ 1:1 താഴോട്ട് പോയാലോ നമ്മുടെ ഫൈനാൻഷ്യൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് അർത്ഥം. 1 മുകളിലാണെങ്കിലോ 1.2, 1.3 അല്ലെങ്കിൽ 2:1 ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർമാദിക്കാം, തുള്ളിച്ചാടാം, സന്തോഷിക്കാം. കാരണം എന്താ, അത്രയധികം ക്യുക്ക് അസറ്റ്, പെട്ടെന്ന് ക്യാഷാക്കാൻ പറ്റുന്ന ക്യുക്ക് അസറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദാറ്റ് പർട്ടിക്കുലർ കോൺസെപ്റ്റ് റൈറ്റ്. അപ്പോൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സ്ക്രീനിൽ കാണാം ഏതൊക്കെയാണ് ഈ ക്യുക്ക് അസറ്റിൽ വരുന്നത്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് വരുന്നുണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വരുന്നുണ്ട്, അക്കൗണ്ട്സ് റെസീവബിൾസ് വരുന്നുണ്ട്. ആരെയാണ് നമ്മൾ ഔട്ടാക്കിയിരിക്കുന്നത്? പൊയ്ക്കോ എന്ന് പറഞ്ഞ് പുറത്താക്കിയിരിക്കുന്ന ആരെയാണ്? സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി അല്ലേ, സ്റ്റോക്ക് വേണ്ട ഇനി. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പുറത്താക്കിയിരിക്കുന്നു. പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും പുറത്താക്കിയിരിക്കുന്നു. സോ ഈ 2 ഐറ്റംസ് ഒഴിവാക്കിയിട്ടുള്ള റേഷ്യോ ആണ് ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ഡെമോ ക്ലാസ് കണ്ടിട്ട് ആക്ച്വലി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണമെങ്കിൽ ഈ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. ദെൻ യു ക്യാൻ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത റേഷ്യോയിലേക്ക് പോയാലോ. ക്യാഷ് റേഷ്യോ. ഏത് റേഷ്യോ ആണ്? ക്യാഷ് റേഷ്യോ. അപ്പോൾ ഇങ്ങനെ ഓരോ റേഷ്യോൻ്റെ
അളവ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. ചില ആൾക്കാർ ഇങ്ങനെ പുറത്താക്കി വരിക നമ്മളല്ലേ. കറണ്ട് റേഷ്യോയിൽ നിന്ന് ക്വിക്ക് റേഷ്യോയിലേക്ക് എത്തിയപ്പോൾ ആരെയൊക്കെ പുറത്താക്കി? ഇൻവെൻട്രീനെ പുറത്താക്കി, പ്രീപെയ്ഡ് എക്സ്പെൻസിനെ പുറത്താക്കി. ഇനി നമ്മൾ ആരെ പുറത്താക്കാൻ പോകുന്നത് നോക്കിയേ. ക്യാഷ് റേഷ്യോയിൽ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആണ്. അവിടെ നമുക്ക് കുറച്ചുകൂടെ റിസ്ക് എലമെൻസ് ഉള്ള ഒരാളെയും കൂടെ നമ്മൾ ഔട്ടാക്കി. ആരാണത്? അക്കൗണ്ട്സ് റിസീവബിളിനെ എന്ത് ചെയ്തു? പുറത്താക്കി. അക്കൗണ്ട്സ് റിസീവബിളും വേണ്ട. കാരണം എന്താ? കടം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. അവർ തിരിച്ചു തരാനുണ്ട് പൈസ, പക്ഷെ അത് തരുമെന്നും 100% ഉറപ്പ് പറയാൻ പറ്റുമോ? ചില ആൾക്കാരില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് കടത്തിന് പൈസ മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഒരു കാലത്തും ചിലപ്പം തിരിച്ചിരുത്തില്ല. നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത ആഴ്ച തരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഒന്ന് മറിച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുവന്നത്. പിന്നെ തിരിഞ്ഞു നോക്കില്ല, ഫോൺ വിളിച്ച് എടുക്കില്ല, മെസ്സേജ് എടുക്കില്ല. അങ്ങനെയുള്ള സെനാരിയോസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ് റിസീവബിളിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നു. ഓൾറെഡി നമ്മൾ ആരെയൊക്കെ കട്ട് ചെയ്ത്? ക്വിക്ക് അസറ്റിൽ ഇൻവെൻട്രി, പ്രീപെയ്ഡ് എക്സ്പെൻസ്. അവരിൽ നിന്ന് സ്റ്റോക്കിനെ കൂടെ അക്കൗണ്ട്സ് റിസീവബിളിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇനി നമുക്ക് ആരൊക്കെ ഉള്ളൂ? ലിറ്ററലി നമുക്ക് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി. ഇവർ രണ്ടേ ഉള്ളൂ. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും. ഈ 3 ആൾക്കാരെ മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുമ്പോൾ, കറണ്ട് ലയബിലിറ്റിയായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ക്യാഷ് റേഷ്യോ. എക്സാക്റ്റ് ക്യാഷ് റേഷ്യോ കിട്ടും. സോ ലിറ്ററലി പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഏറ്റവും ലിക്വിഡായിട്ടുള്ള അസറ്റുകളാണ് അത്. ഏറ്റവും ലിക്വിഡായിട്ടുള്ള അസറ്റ്. അതിനകത്ത് ഇനി അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനോട് കട്ട് ചെയ്ത് കളയല്ലേ, ക്യാഷ് മാത്രം. സോ ക്യാഷ് റേഷ്യോ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആരെ മാത്രമാണ് നമ്മൾ ക്വിക്ക് അസറ്റിൽ നിന്ന് വരുമ്പോൾ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. എന്താണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്? അക്കൗണ്ട്സ് റിസീവബിൾ കുറച്ച് ട്രസ്റ്റ് വർത്തി കുഴപ്പമുണ്ട്, എല്ലാ പൈസയും തിരിച്ചിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ കൂടെ ഔട്ടാക്കുന്നു. ഇനി ക്യാഷ് ഫ്ലോ റേഷ്യോ. ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇറ്റ് കമ്പയർസ് ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് ബൈ ഓപ്പറേഷൻസ് വിത്ത് കറണ്ട് ലയബിലിറ്റി ആൻഡ് മെഷേഴ്സ് ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ ക്യാഷ് ഫ്ലോസ് ജനറേറ്റഡ് ബൈ ഓപ്പറേഷൻ ഈസ് ദാൻ കറണ്ട് ലയബിലിറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് ഫ്ലോ എത്രത്തോളം വരുന്നുണ്ട്? ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ എത്രത്തോളം വരുന്നുണ്ട്, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, ഔട്ട് ഫ്ലോ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റേഷ്യോ നോക്കുന്നത്? അഗെയിൻ കറണ്ട് ലയബിലിറ്റീനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ കറണ്ട് ലയബിലിറ്റിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഈ ക്യാഷ് ഫ്ലോ എത്രത്തോളം സേഫ് ആണ്, എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോ വരുന്നുണ്ട് എന്നുള്ളതാണ് ക്യാഷ് ഫ്ലോ റേഷ്യോയിൽ നോക്കുന്നത്. അപ്പോൾ അവിടെ എടുത്ത് പറയുന്നുണ്ട് 0.4. അതായത് നിങ്ങൾക്ക് 1 രൂപയുടെ ലയബിലിറ്റി ഉണ്ടെങ്കിൽ മിനിമം ക്യാഷ് ഫ്ലോ എത്ര ഉണ്ടായിരിക്കണം? 0.4, 40 പൈസയുടെ ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നർത്ഥം. 1 രൂപയുടെ ലയബിലിറ്റി നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 0.4ൻ്റെ എന്തുണ്ടായിരിക്കണം? ക്യാഷ് ഫ്ലോ ജനറേഷൻ ഉണ്ടായിരിക്കണം. 0.4ൽ താഴെയാണെങ്കിലോ 0.3 0.2 ഒക്കെ ആണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ അല്ല. മെയിൻലി ക്വസ്റ്റ്യൻസ് വരുന്ന ഏത് റേഷ്യോയിലായിരിക്കും? കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ. അടുത്ത പറയാൻ പോകുന്ന റേഷ്യോ ആണ് പിന്നെയും കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. സോ വാട്ട് ഈസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ CA മൈനസ് CL, ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ കണ്ടെത്തുന്ന നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ ടോട്ടൽ അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നെറ്റ് വർക്കിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചിട്ട് വരുന്ന വാല്യൂ ആയതുകൊണ്ടാണ് നെറ്റ് എന്നുള്ളൊരു ടൈം കൂടെ അതിനകത്ത് ചേർക്കുന്നത്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയത്തില്ലേ, എല്ലാ ഇൻകത്തിൽ നിന്നും എല്ലാ എക്സ്പെൻസുകളും കുറച്ചിട്ട് ബാക്കി വരുന്നതിനെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. സിമിലർലി കറണ്ട് അസറ്റിൽ നിന്ന് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ ബാക്കി വരുന്ന ആ ഒരു എമൗണ്ടിനെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. സോ ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? നമ്മുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് പ്രോപ്പറായിട്ട് റൺ ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്.
നിങ്ങൾക്ക് ഡെയിലി കുറേ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡെയിലി എന്ന് പറയുമ്പോൾ ഒരു മാസം എടുക്കുകയാണെങ്കിൽ ആ 30 ദിവസവും എക്സ്പെൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഇൻക്വയർ ചെയ്യുന്ന എക്സ്പെൻസിനെ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്ത് പോകണം. അതിന് വേണ്ടുന്ന അസറ്റാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻസ് വളരെ സ്മൂത്തായിട്ട് പോകും. നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ ദർ വിൽ ബി ലോട്ട് ഓഫ് ഹിക്കപ്സ് ഇൻ യുവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. റേഷ്യോ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ടോട്ടൽ അസറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കുണ്ട് എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇക്വേഷൻ ഈസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. സോ ദീസ് ആർ ദ 5 ലിക്വിഡിറ്റി റേഷ്യോസ്. ഈ 5 റേഷ്യോസ് ആണ് നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ് ചെയ്യാൻ പോകുന്നത്. CMA USA ആക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് ഐ നോ ദിസ് ഈസ് എ ഡെമോ സെഷൻ. ഒരിക്കലും നിങ്ങൾ വേറെ എവിടെയും ഡെമോ സെഷൻസിൽ ആക്ച്വലി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നൊന്നും കാണൂല. ബിക്കോസ് ഇറ്റ്സ് മോർ ലൈക്ക് എന്താണ് ഇതിനകത്ത് പഠിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് വെൻ ഐ ഡു ദ ക്വസ്റ്റ്യൻസ് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇക്വേഷൻസ് അറിയത്തില്ലെങ്കിൽ, ഓർമ്മയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യുമ്പോഴോ പറയുമ്പോഴോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴോ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഐ വിൽ ഷോ ഇറ്റ് വൺസ് മോർ. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്താണ്? സിമ്പിൾ വേർഡ്സിൽ എഴുതിയാൽ മതി. CA/CL. കറണ്ട് റേഷ്യോ എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. CA ഡിവൈഡഡ് ബൈ CL. അതുപോലെ ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ ക്വിക്ക് അസറ്റ് QA ഡിവൈഡഡ് ബൈ CL. ആരൊക്കെയാണ് ക്വിക്ക് റേഷ്യോയിൽ വരുന്നത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട്സ് റിസീവബിൾ. ആരാണ് ഔട്ടായി പോയേക്കുന്നത് കറണ്ട് റേഷ്യോയിൽ നിന്ന്? നമുക്ക് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി ഔട്ടാണ്. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസും ഔട്ടായി പോയിട്ടുണ്ട്. ക്യാഷ് റേഷ്യോയിലേക്ക് വരുമ്പോൾ നമ്മൾ അക്കൗണ്ട്സ് റിസീവബിളിനെ കൂടെ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നു. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്യാഷ് ഫ്ലോ റേഷ്യോയിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. OC ഡിവൈഡഡ് ബൈ CL. ആൻഡ് ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ ഏതാണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോയിൽ ആദ്യം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആൻഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കയ്യിലൊരു ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചേക്കുക. ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചേക്കുക. ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. നമ്മൾ ഹോക്ക് ഇൻ്റർനാഷണലിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ CMA USA ഒഫീഷ്യൽ സ്റ്റഡി മെറ്റീരിയലാണ് ഹോക്ക് ഇൻ്റർനാഷണൽ. സോ അതിൽ നിന്ന് നമുക്കൊരു മാക്സിമം ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സി. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കാൽക്കുലേറ്റർ, പേപ്പർ, പേനയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻസ്. ഇതായിരിക്കും നിങ്ങളുടെ ഒരു എക്സാം വിൻഡോ എന്ന് പറയുന്നത് കേട്ടോ. ഇതേപോലെ ആയിരിക്കും നിങ്ങൾ മെയിൻ എക്സാമിന് പോയിരിക്കുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഏകദേശം ഇതുപോലത്തെ ഒരു ഔട്ട്ലേ ആയിരിക്കും ഉണ്ടാവുക. സൈഡിൽ ക്വസ്റ്റ്യൻ നമ്പർ, അതുപോലെ തന്നെ താഴെ നെക്സ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ കാണും. C ആൻസർ ഓപ്ഷൻ മാത്രം ഉണ്ടാവില്ല. ടൈമർ ഉണ്ടായിരിക്കും മുകളിൽ. So let's look at this particular question. Given an acid test ratio of 2.0, current asset is 5,000, inventory is 2,000. അങ്ങനെയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഏതായിരുന്നു? ക്വിക്ക് റേഷ്യോ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, 2 ആണ്. കറണ്ട് അസറ്റ് എത്രയാണ്? 5,000 ആണ്. ഇൻവെൻട്രി എത്രയാണ്? 2,000 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 2,500, 1,500, 6,000 ആൻഡ് 3,500. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് അറിയാവുന്ന ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇക്വേഷൻ ബേസ്ഡ് ആവുന്ന സമയത്ത്, ഫസ്റ്റ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസും അതിൻ്റെ വാല്യൂസും എന്ത് ചെയ്യുക? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ പ്രകാരം നമുക്കറിയാം ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ക്വിക്ക് റേഷ്യോൻ്റെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ല. ക്വിക്ക് റേഷ്യോൻ്റെ ഇക്വേഷൻ എത്രയാണ്? 1 സെക്കൻഡ്. ക്വിക്ക് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളതല്ലേ. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് വലുതാക്കാം. എന്തായാലും
1 second. Quick ratio is equal to quick asset divided by current liabilities. അപ്പോൾ ഇവിടെ നമുക്ക് ക്വിക്ക് റേഷ്യോ 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഈസ് ഇക്വൽ ടു ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ക്വിക്ക് അസറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല, പകരം കറണ്ട് അസറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, ക്വിക്ക് അസറ്റ് തന്നിട്ടില്ല. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് ക്വിക്ക് അസറ്റ്സ്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിരുന്നു. കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? കറണ്ട് അസറ്റിനകത്ത് എല്ലാ കറണ്ട് അസറ്റ്സ് ഐറ്റംസും ഉണ്ടായിരിക്കും. ക്വിക്ക് അസറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ 2 പേരെ അടിച്ച് പുറത്താക്കും. ആരൊക്കെയായിരുന്നു? ഇൻവെൻ്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും. 2 പേര് പുറത്താവുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇൻവെൻ്ററി ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻവെൻ്ററി എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇൻവെൻ്ററി 2000 രൂപയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ, 2000 ഇൻവെൻ്ററി. പ്രീപെയ്ഡ് എക്സ്പെൻസിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നില്ല. അപ്പോൾ പറയാത്ത പക്ഷം നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്നത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു സാധനം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? ഈ ഒരു കറണ്ട് അസറ്റിനകത്ത് എന്തില്ല? പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്കുള്ള ആളാരാണ്? ഇൻവെൻ്ററി ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റിനകത്തിൽ നിന്ന് ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കുക ആദ്യം. കറണ്ട് അസറ്റ് എത്രയാണ്? 5000 ആണ് കറണ്ട് അസറ്റ് വരുന്നത്. 5000 കറണ്ട് അസറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെൻ്ററിയുടെ 2000 മൈനസ് ചെയ്യുന്നു, വിച്ച് മീൻസ് ക്വിക്ക് അസറ്റ് ഈസ് ഇക്വൽ ടു 3000. നമുക്ക് എന്ത് കിട്ടി? ക്വിക്ക് അസറ്റ് എന്നുള്ളത് 3000 ആണെന്ന് മനസ്സിലായി. എങ്ങനെ കിട്ടിയത്? കറണ്ട് അസറ്റിൽ നിന്ന് ആരെ കുറച്ചു? ഇൻവെൻ്ററി എന്ന് പറയുന്ന സാധനം കുറച്ചു, കാരണം എങ്കിലേ ക്വിക്ക് അസറ്റ് കിട്ടുള്ളൂ. സോ നൗ വി ഗോട്ട് ദി ക്വിക്ക് അസറ്റ്സ്. ഓൾറെഡി വി ഹാവ് ദ ക്വിക്ക് റേഷ്യോ. ഇനി ആ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അതായത് 2 ഈസ് ഇക്വൽ ടു ക്വിക്ക് അസറ്റ് ഉണ്ട് 3000 ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇതാണ് ഇക്വേഷൻ. ഇനി ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയാണ്? 2 വരണമെങ്കിൽ 3000 ഡിവൈഡ് ബൈ ഡാഷ് അടിക്കുമ്പോഴാണ് 2 കിട്ടുന്നതെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട് ലയബിലിറ്റി? ബേസിക് മാത്സ് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് കിട്ടും. 3000 ഡിവൈഡഡ് ബൈ CL വരെ എക്സ് എന്ന് ഇട്ടാൽ മതി. 3000 ഡിവൈഡ് ബൈ എക്സ് ഇസിക്കൽ 2 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര? 3000 ഡിവൈഡഡ് ബൈ 2 അല്ലേ? 3000 ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. സോ വാട്ട് ഈസ് 3000 ഡിവൈഡ് ബൈ 2? ആൻസർ പറയൂ. ഈസ് ഇക്വൽ ടു 1500. 1500 ആണ് കറണ്ട് ലയബിലിറ്റിയുടെ മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ് ഇറ്റ്. ഇനി നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം. 1500 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ 2500, ഓപ്ഷൻ ബി 1500. ഇതാ കിടക്കുന്നു. വി ഗോട്ട് ഓപ്ഷൻ ബി. ഗുരുജി ലോക്ക് ചെയ്യുക അല്ലേ? 1500 as the right answer. Let's see. That is indeed the right answer. സോ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഒക്കെ തന്നിട്ടുണ്ട്. ഹോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടൈം ചെയ്തിട്ടുള്ള കുട്ടികളിൽ 68% കുട്ടികളും ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ശരിയാക്കിയിട്ടുണ്ട്. അതിനർത്ഥം 32% കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റിച്ചിട്ടുണ്ട് എന്നും അതിനർത്ഥമുണ്ട്. സോ CMA ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു രീതി കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് അസറ്റിൽ നിന്ന് 2000 ഇൻവെൻ്ററി കുറച്ചു എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. നിങ്ങൾ ഈ ശരി ഉത്തരത്തിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം വായിച്ചു പോവരുത്. തെറ്റുത്തരങ്ങൾ എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. CMA USA എക്സാം പാസ്സാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഉത്തരങ്ങൾ എന്തുകൊണ്ട് ശരിയല്ല, എന്തുകൊണ്ട് തെറ്റുന്നു, എന്താണത് റോങ് ഓപ്ഷൻ ആയത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നിങ്ങളെ ഫാക്കൽറ്റീസ് ഏത് ടോപ്പിക്സ് പഠിപ്പിച്ചാലും അതിൽ ശരി ഉത്തരം പറഞ്ഞിട്ട് മാത്രം പോകാൻ പാടില്ല. ചോദിക്കണം, സാർ എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി തെറ്റ്, എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി തെറ്റ് എന്നുള്ളത് ചോദിച്ചിരിക്കണം. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അത് റോങ് ആവുന്നതിന് റീസൺ കാണും. ആ റീസൺസ് നിങ്ങളുടെ ഈ മെറ്റീരിയലിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വായിച്ച് നോക്കിയിട്ടേ പോകാവൂ. ഓക്കെ, സോ വി നോ ദി ആൻസർ വാസ് 1500. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ തിയറി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈനാൻഷ്യൽ റേഷ്യോസ് ഈസ് യൂസ്ഡ് ടു അസസ് ദ ലിക്വിഡിറ്റി ഓഫ് എ കമ്പനി? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് റേഷ്യോസ് ആണ് ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്?
വിച്ച് വൺ? നമ്മൾ പഠിച്ചൊരു റേഷ്യോനകത്തുള്ളൂ അല്ലേ? അപ്പോൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ, പ്രോഫിറ്റ് മാർജിൻ ഓൺ സെയിൽസ് ഡീൽസ്, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ആക്ച്വലി ഇതൊക്കെ പഠിക്കാനുള്ള റേഷ്യോസ് ആണ് കേട്ടോ. ആക്ടിവിറ്റി റേഷ്യോസിലും പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസിലൊക്കെ അല്ലെങ്കിൽ ലോങ് ടൈം സോൾവൻസി റേഷ്യോസിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ബാക്കി ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻ ആരാണ്? ഒബ്വിയസ്ലി കറണ്ട് റേഷ്യോ ആണ്. രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ലെറ്റ്സ് സി 95%. അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ 95% ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് സങ്കടമുണ്ട്. 5% പേര് എന്നിട്ടും അത് തെറ്റിച്ചല്ലോ അല്ലേ? അതാരായിരിക്കും 5% ആൾക്കാർ? ഹൂ നോസ്? മേ ബി ചുമ്മാതെ ഒന്നും നോക്കാതെ കറക്കി കുത്തി പോയവരായിരിക്കും. അല്ലെങ്കിൽ ഇത് തെറ്റാൻ ഒരു സാധ്യതയില്ല. ഈസി ക്വസ്റ്റ്യൻ. വീണ്ടും ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. വെൻ റിവ്യൂയിങ് എ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ, the credit manager should be most concerned with the applicant's dash. ഒരു ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ക്രെഡിറ്റ് മാനേജർ ആണെങ്കിൽ നിങ്ങളൊരു ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയച്ച ആളുടെ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ട, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മെട്രിക്സ് ഏതാണ്, ഒരു ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബാങ്കിൻ്റെ മാനേജറാണ്. നിങ്ങളുടെ അടുത്ത് ഒരാൾ ലോൺ അപ്ലൈ ചെയ്യാൻ വരുന്നു. ആ അപ്ലൈ ചെയ്യാൻ വരുന്ന ആളുടെ എന്ത് കാര്യം നോക്കിയിട്ടാണ് നിങ്ങൾ ആ ഒരു ലോൺ കൊടുക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്? എന്ത് നോക്കിയിട്ടാ? സ്വാഭാവികമായിട്ടും അത് തിരിച്ചു തരാനുള്ള എബിലിറ്റി ആണല്ലോ എല്ലാവരും നോക്കുക അല്ലേ? കടം കൊടുക്കുന്ന ആൾക്കാർ മെയിൻലി നോക്കുന്ന കാര്യം എന്താണ്? ക്യാൻ ഷീ ഓർ ഷീ റീപേ ദ മണി അല്ലേ? തിരിച്ചു തരാൻ പറ്റുമോ? ഇപ്പോൾ പല ബാങ്കുകളും നോക്കുന്നൊരു സാധനമാണ് സിബിൽ സ്കോർ അല്ലേ? സിബിൽ സ്കോർ എന്താ? സിബിൽ സ്കോർ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കോറാണ്, ഒരു മാർക്കാണ്. ആ മാർക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ കടം മേടിച്ചിട്ട് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുന്ന ആളാണോ, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ, അതോ കടം മേടിച്ച് നാട്ടിലെല്ലാം പോയി ലോൺ എടുത്ത് പൈസ അടയ്ക്കാൻ നടക്കുന്ന മുങ്ങിടക്കുന്ന ആളാണോ എന്നൊക്കെ സിബിൽ സ്കോർ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇപ്പോൾ പഠിച്ചൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് കടം കൊടുക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഏതായിരിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് റേഷ്യോ ആയിരിക്കും. ബിക്കോസ് നല്ല കറണ്ട് റേഷ്യോ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് അർത്ഥം? സ്വാഭാവികമായിട്ടും നല്ല ലിക്വിഡിറ്റി ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ? ഇഫ് യു ഹാവ് ഗുഡ് കറണ്ട് റേഷ്യോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഹൈ ആണെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും കൊടുക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. മോശം കറണ്ട് റേഷ്യോയും മോശം വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കുമോ? കൊടുക്കില്ല. ക്രെഡിറ്റിൻ്റെ പരിപാടി ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഈ ഒരു ബാധ്യത മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഈ റേഷ്യോയുടെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ചുമ്മാ വെറുതെ കണ്ടുപിടിക്കുകയല്ല. ബാങ്കിന്, ക്രെഡിറ്റേഴ്സിനൊക്കെ, ഈവൻ ഗവൺമെൻറ്റിന് പോലും ഒരു മെട്രിക്സ് ആണ്. ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ, ഇവൻ ഈ ബാധ്യതകളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എന്ത് സഹായിക്കും? ഈ റേഷ്യോസ് ഹെൽപ്പ് ചെയ്യും. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ. കുറേ ഡേറ്റ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ കമ്പനീസ് ആസിഡ് ടെസ്റ്റ് ക്വിക്ക് റേഷ്യോ, അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യുക. ഏതൊക്കെയാണ് ക്വിക്ക് റേഷ്യോയിൽ വേണ്ടുന്ന ആൾക്കാർ? ഇതിൽ ജസ്റ്റ് വരയ്ക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. 1 സെക്കൻഡ്. ഇവരെ ഒന്ന് കോപ്പി ചെയ്ത് നമുക്ക് ഗൂഗിൾ ഷീറ്റിലോട്ടാക്കാം. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. യെസ്. സോ ഇതിൽ ആരൊക്കെയാണ് നമ്മുടെ ക്വിക്ക് അസറ്റിൽ വരുന്ന ആൾക്കാർ എന്നുള്ളത് ആദ്യം നോക്കാം അല്ലേ? ആരൊക്കെയാണ് ക്വിക്ക് അസറ്റിൽ വരുന്നത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട്സ് റിസീവബിൾ അല്ലേ? അപ്പം നോക്കി, അക്കൗണ്ട്സ് റിസീവബിൾ ഇവിടെ ഉണ്ട്. ക്വിക്ക് അസറ്റ് ആണോ? ക്വിക്ക് അസറ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വിക്ക് അസറ്റ്സ് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് പോവാം. അക്കൗണ്ട്സ് പേയബിൾ എന്താ മക്കളെ? അക്കൗണ്ട്സ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണല്ലേ?
അക്കൗണ്ട്സ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ്. ഇവിടെ എൻ്റർ ചെയ്ത് പോവാണ്. ബോൺസ് പേയബിൾ ഡ്യൂ ഇൻ 10 years. ബോൺസ് പേയബിൾ ഡ്യൂ ഇൻ 10 years എന്ന് പറഞ്ഞാൽ ആരാ? 10 വർഷത്തിലാണ് ഡ്യൂ. അത് ലോങ് ടൈം അല്ലേ? അത് ലയബിലിറ്റി ആണ്, പേയബിൾ ആണ്, ലയബിലിറ്റി ആണ്. പക്ഷെ അത് 1 yearനുള്ളിലാണോ? അല്ല, 10 year ആണ്. അപ്പോൾ അത് കറണ്ട് ലയബിലിറ്റിയിൽ വരില്ല. പിന്നെ നമുക്ക് ക്യാഷ് ഉണ്ട്. ക്യാഷ് ക്വിക്ക് അസറ്റ് അല്ലേ? യെസ്, ക്വിക്ക് അസറ്റ് ആണ്, കറണ്ട് അസറ്റ് ആണല്ലേ ക്യാഷ്. സോ നമുക്ക് 2 ക്വിക്ക് അസറ്റായി, ഒരു കറണ്ട് ലയബിലിറ്റി ആയി. ഇൻട്രസ്റ്റ് പേയബിൾ. പേയബിൾ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കോ, അതെന്താ? ലയബിലിറ്റി ആണ്. പേയബിൾ, കൊടുക്കാനുണ്ട്. ഡ്യൂ ഇൻ 3 months. 3 മാസത്തിൽ കൊടുക്കണം. 1 yearനുള്ളിലല്ലേ 3 മാസം ഉള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്താണ്? കറണ്ട് ലയബിലിറ്റി ആവും അല്ലേ? ഇൻവെൻറ്ററി. ഇൻവെൻറ്ററി ക്വിക്ക് അസറ്റിൽ വരുമോ? കറണ്ട് അസറ്റ് ആണ്, പക്ഷെ ക്വിക്ക് അസറ്റ് അല്ല. ഇൻവെൻറ്ററിനെ നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇൻവെൻറ്ററിനെ വിട്ടേക്കാം. ലാൻഡ് ഫിക്സഡ് അസറ്റ് ആണല്ലേ? കറണ്ട് അസറ്റ് ആണോ? അല്ല, ഫിക്സഡ് അസറ്റ് ആണ്. നോട്ട്സ് പേയബിൾ. പേയബിൾ ആണ്, ലയബിലിറ്റി ആണ്. ഇൻ 6 months ആയതുകൊണ്ട് തന്നെ കറണ്ട് ലയബിലിറ്റി ആണ്. യെസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുമോ? ക്വിക്ക് അസറ്റിൽ വരുമോ പ്രീപെയ്ഡ് എക്സ്പെൻസ്? വരില്ല, വരരുത്. ക്വിക്ക് അസറ്റിൽ ക്യാഷ്, ക്യാഷ് ഇക്വലൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട്സ് റിസീവബിൾ. ഇൻവെൻട്രിയും വരാൻ പാടില്ല, പ്രീപെയ്ഡ് എക്സ്പെൻസും വരാൻ പാടില്ല. അപ്പോൾ ആരൊക്കെയാണ് നമ്മളുടെ ക്വിക്ക് അസറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്? 2 പേരേ ഉള്ളൂ. ഒരാൾക്ക് 2 ലക്ഷം, മറ്റേയാൾ 1 ലക്ഷം. അപ്പോൾ മൊത്തം 3 ലക്ഷം. ക്വിക്ക് അസറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ 3 ലക്ഷം. ക്വിക്ക് അസറ്റ്സ് എത്രയാണ്? 3 lakh ആണ് ക്വിക്ക് അസറ്റ്സ് വരുന്നത്. കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ് വന്നിരിക്കുന്നത്? 80,000 പ്ലസ് 10,000 90,000 പ്ലസ് 50,000 90 5 1,40,000 രൂപ എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് ആണ്. 1,40,000 രൂപ കറണ്ട് ലയബിലിറ്റീസ് ആണ്. മനസ്സിലായോ? സോ 1,40,000. ഇനി എന്താ ചെയ്യാനുള്ളത്? ക്വിക്ക് അസറ്റ് ഈസ് ക്വിക്ക് അസറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. 3 ലക്ഷം ഡിവൈഡഡ് ബൈ 1,40,000. ഹൗ മച്ച്? നിങ്ങൾ കൂട്ടി നോക്കിക്കോ, എന്നിട്ട് ആൻസർ അങ്ങോട്ട് പറഞ്ഞേ. 3 lakh divided by 1,40,000. How much? How much? 2.14. എത്ര മക്കളെ? 2.142. അത് റൗണ്ട് ചെയ്തിട്ട് 2.14 എന്ന് നമുക്കിടാം. അത്രയും വലിയ നീട്ടി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്വിക്ക് റേഷ്യോ എത്ര വന്നത്? 2.14 എന്നുള്ളതാണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് തന്നെ നിങ്ങൾ കറണ്ട് റേഷ്യോ ആണ് ചോദിച്ചിരുന്നെങ്കിൽ, ഇതിപ്പോൾ നമുക്ക് ക്വിക്ക് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ കേസ് ഈ ക്വസ്റ്റ്യൻ്റെ കറണ്ട് റേഷ്യോ ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരെയൊക്കെ കൂടെ എടുത്തേനെ? തീർച്ചയായിട്ടും നമ്മൾ ഇൻവെൻട്രീനെ എടുത്തേനെ, കറണ്ട് അസറ്റ് ആണ്. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എടുത്തേനെ, കറണ്ട് അസറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും കറണ്ട് റേഷ്യോ? എത്രയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞേ. കറണ്ട് റേഷ്യോ എത്രയായിരിക്കും? കറണ്ട് റേഷ്യോയിൽ വരുന്നത് ഓൾറെഡി നമ്മുടെ ക്വിക്ക് അസറ്റ് എത്രയാണ്? 3 ലക്ഷം. ആ 3 ലക്ഷത്തിൻ്റെ കൂടെ അങ്ങ് കൂട്ടിയാൽ പോരെ? 1 സെക്കൻഡേ. 3 lakhന്റെ കൂടെ ഇൻവെൻട്രി 4 ലക്ഷം. ഇൻവെൻട്രി 4 ലക്ഷം കൂട്ടുമ്പോൾ 7 ലക്ഷമായി. 7,40,000 ആവും അല്ലേ പ്രീപെയ്ഡ് എക്സ്പെൻസ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 7,40,000 ആവും. കറണ്ട് ലയബിലിറ്റിയിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ കറണ്ട് റേഷ്യോ എത്ര ആയിരിക്കും? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു 7,40,000 ഡിവൈഡഡ് ബൈ 1,40,000. ഹൗ മച്ച്? കൂട്ടി നോക്കിയോ. 7,40,000 ഡിവൈഡഡ് ബൈ 1,40,000. 5.28. 5.28 എന്നുള്ളതാണ് എന്ത് വന്നില്ലേ? ഇത് 1 സെക്കൻഡ്. യെസ്, 5.2857.
അപ്പോൾ രണ്ട് സെനാരിയോയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, ഈ കമ്പനി ആക്ച്വലി ഫൈനാൻഷ്യലി ലിക്വിഡ് ആണോ, ലിക്വിഡിറ്റി ഉള്ള കമ്പനിയാണോ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള കമ്പനിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒബ്വിയസ്ലി ആണ് അല്ലേ. ക്വിക്ക് റേഷ്യോ 1:1 ആണ് നമ്മൾ പറയുന്നത്. ഒരു നല്ല റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് 1:1 റേഷ്യോ. ഇവിടെ 1:1 സ്ഥാനത്ത് എത്ര ഉണ്ട്? 2.1 ഉണ്ട്. ക്വിക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീൻ്റെ 2 ഇരട്ടിയിലധികം ക്വിക്ക് അസറ്റ് നമുക്കുണ്ട്. സോ വിച്ച് മീൻസ് ദ കമ്പനി ഈസ് ഫൈനാൻഷ്യലി ലിക്വിഡ് ആൻഡ് സ്റ്റേബിൾ എന്ന് പറയാം. കറണ്ട് റേഷ്യോ പിന്നെ പറയേണ്ട ആവശ്യമില്ല, 2:1 ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇവിടെ 5 ഉണ്ട്, 5 ഇരട്ടി ഉണ്ടെന്നാണ്. ലയബിലിറ്റീനേക്കാൾ 5 ഇരട്ടി അസറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു കോൺസെപ്ച്വൽ നോളജ് കൂടെ മനസ്സിൽ വെക്കണം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു എന്നല്ല, എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്, കമ്പനിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു കമ്പനിക്ക് തീർച്ചയായിട്ടും ആൾക്കാർ എന്ത് ചെയ്യും? പൈസ കടം കൊടുക്കും. ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസമായിരിക്കും. ആൻഡ് അവർക്കും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വന്നാൽ പോലും ക്യാഷ് ഉണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ആൻസർ കൊടുത്തില്ല, നമ്മുടെ ആൻസർ ഇവിടെ ഉണ്ട്. ഏതായിരുന്നു? ക്വിക്ക് അസറ്റ് റേഷ്യോ ആയിരുന്നു ചോദിച്ചത്. സോ ദാറ്റ് ഈസ് 2.14. ലെറ്റ്സ് സീ, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു രസമുള്ള ക്വസ്റ്റ്യനാണ്. ഡേറ്റ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് CMAൻ്റെ ഒരു രീതി അതാണ്. നമുക്കിങ്ങനെ കുറേ ഡേറ്റാസൊക്കെ കാണും, വലിയ ലോങ് ക്വസ്റ്റ്യൻസ് കാണും. പക്ഷേ നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്? തീർച്ചയായിട്ടും നിങ്ങൾ ഈ റിക്വയർമെൻറ്റ് എന്താണെന്ന് വായിച്ചു നോക്കണം. ഏതാണ് റിക്വയർമെൻറ്റ്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ കറണ്ട് ആൻഡ് ക്വിക്ക് റേഷ്യോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ എൻ്റർപ്രൈസ് യൂസസ് ക്യാഷ് ടു പേ 50% ഓഫ് ദി അക്കൗണ്ട്സ് പേയബിൾ. ഈ കമ്പനി കാശ് ഉപയോഗിച്ച് ഈ കമ്പനിയുടെ തന്നെ അക്കൗണ്ട്സ് പേയബിളിൻ്റെ 50% പേ ചെയ്യുകയാണെങ്കിൽ കറണ്ട് റേഷ്യോയ്ക്കും ക്വിക്ക് റേഷ്യോയ്ക്കും എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. മറ്റേ സീരിയലിൻ്റെയൊക്കെ പ്രൊമോ വരുന്നവരുണ്ടല്ലേ, പഠിപ്പുര വീട്ടിൽ നിന്ന് എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളതുപോലെ ക്യാഷ് റേഷ്യോയ്ക്കും ക്വിക്ക് റേഷ്യോയ്ക്കും എന്ത് സംഭവിക്കും? ചോദ്യം വരാനുള്ള റീസൺ, അക്കൗണ്ട്സ് പേയബിളിൻ്റെ 50% ക്യാഷായിട്ട് കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഉപയോഗിച്ചു. തീരുമാനിച്ചു എന്നല്ല, കൊടുത്തു. 10 രൂപ എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നു, 10 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. 10 രൂപയിൽ 5 രൂപ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്തും കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോയിലും ക്വിക്ക് റേഷ്യോയിലും എന്ത് മാറ്റം ഉണ്ടാവുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് എന്ത് മാറ്റം ഉണ്ടാവും കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ചോ അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് അതിൻ്റെ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഹോപ്പ് യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാം മക്കളെ. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? കറണ്ട് അസറ്റുകൾ വേണം. തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയല്ലേ അല്ലേ? ആ ഡേറ്റ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? സെയിം ആണ്. 2 ലക്ഷം അക്കൗണ്ട്സ് റെസീവബിൾ ഉണ്ട്, കറണ്ട് അസറ്റാണ്. അതുപോലെ തന്നെ ക്വിക്ക് അസറ്റുമാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് കണ്ടുപിടിക്കണമല്ലോ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളതിൻ്റെ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? 2.14. അതായത് ഈ പരിപാടി ചെയ്യുന്നതിന് മുമ്പുള്ള കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2.14. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് മനസ്സിലായല്ലോ? തൊട്ട് മുന്നേ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ്റെ അതിവിടെ കിടപ്പുണ്ടല്ലോ, അതാണ്ടേ. ഈ 2.14 ആണ് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ. 5.28 ആണ് കറണ്ട് റേഷ്യോ. അപ്പോൾ നമ്മളത് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ റേഷ്യോയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി, ലിറ്ററലി. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവരുടെ അക്കൗണ്ട്സ് പേയബിളിൻ്റെ 50% ക്യാഷ് കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ എന്ത് ചെയ്യും മക്കളെ? ക്വസ്റ്റ്യനിൽ അക്കൗണ്ട്സ് പേയബിൾ എവിടെ? ഇതാ കിടക്കുന്നു. എത്രയാണ് അക്കൗണ്ട്സ് പേയബിൾ വരുന്നത്? അക്കൗണ്ട്സ് പേയബിൾ 80,000 രൂപ ഉണ്ടായിരുന്നു. 80,000 ഉണ്ടായിരുന്ന അക്കൗണ്ട്സ് പേയബിളിൻ്റെ 50% ക്യാഷ് കൊടുത്ത് തീർത്തു എന്ന് പറഞ്ഞാൽ ഇനി എത്രയാണ് ബാക്കിയുള്ളതപ്പോൾ? 80% കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 50% കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പകുതി. 50% എന്ന് പറഞ്ഞാൽ 50% ഉള്ളൂ, 50% അല്ലേ? സോ 80,000-ൽ നിന്ന് അക്കൗണ്ട്സ് പേയബിൾ എത്രയായിട്ട് കുറഞ്ഞു? ആക്ച്വലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാധ്യത ഉണ്ടോ? 80,000 കൊടുക്കാനുണ്ടായിരുന്നു, 40,000 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കിന് എത്രയേ ഉള്ളൂ? 40,000 രൂപ എന്തുള്ളൂ? അക്കൗണ്ട്സ് പേയബിൾ ആയിട്ടുള്ളൂ. കറണ്ട് ലയബിലിറ്റി എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എത്ര ഡിക്രീസ് ചെയ്തു?
40,000 രൂപ ഡിക്രീസ് ചെയ്തു. ഇനി നമുക്ക് ക്യാഷ് ഉണ്ടായിരുന്നല്ലോ മക്കളെ. ക്യാഷ് എത്രയായിരുന്നു? 1,00,000 രൂപ ഉണ്ടായിരുന്നു ക്യാഷായിട്ട് കയ്യിൽ. ഈ 1,00,000 രൂപയുടെ ക്യാഷിൽ നിന്ന് ആണ് 40,000 രൂപ നമ്മൾ എന്ത് ചെയ്തത്? അക്കൗണ്ട്സ് പേയബിളിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ അവിടെ ഒരു 40,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഇടുകയാണേ, 40,000 രൂപ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് -40,000. സോ ഇവിടെ കറണ്ട് അസറ്റ് എന്ത് ചെയ്തിരിക്കുന്നു? ഡിക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കറണ്ട് അസറ്റും ഡിക്രീസ് ചെയ്തു, കറണ്ട് ലയബിലിറ്റിയും ഡിക്രീസ് ചെയ്തു അല്ലേ? കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്, കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? പുതിയ കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, എങ്കിലേ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് കറണ്ട് റേഷ്യോ നോക്കാം. ഓക്കെ, കറണ്ട് റേഷ്യോയിൽ അപ്പോൾ നമുക്ക് ഏതൊക്കെ അസറ്റ്സ് ആണ് വരുന്നത് നോക്കി. ഇനിയിപ്പം 2 lakh അക്കൗണ്ട്സ് റിസീവബിൾ വരും, കറണ്ട് അസറ്റ് ആണ് അല്ലേ? പിന്നെ ഏതാ വരുന്നത്? ക്യാഷ് 1,00,000 ഉണ്ടായിരുന്നു, ഇനി 1,00,000 ഇല്ല. 40,000 പോയിട്ട് ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 60,000 രൂപയെ ബാക്കിയുള്ളൂ, 60,000. അപ്പോൾ 2,00,000ഉം 60,000 കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് പോവാം. 2 lakh പ്ലസ് 60,000 പ്ലസ് പിന്നെ എന്താ ഉള്ളത് നമുക്ക് കറണ്ട് അസറ്റായിട്ട്? ഇൻവെൻട്രി ഉണ്ടായിരുന്നു അല്ലേ? 4 lakhൻ്റെ ഇൻവെൻട്രി ഉണ്ടായിരുന്നു. സോ 4 lakh കറണ്ട് റേഷ്യോ ആണ് നോക്കുന്നത്. 4 lakh പ്ലസ് പിന്നെ നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടായിരുന്നു അല്ലേ? പ്രീപെയ്ഡ് എക്സ്പെൻസ് 40,000 ഉണ്ടായിരുന്നു. സോ 40,000 പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഐറ്റംസ് കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് 7,00,000 രൂപയാണ് വരുന്നത്. ഇത്രയും ഐറ്റംസ് കൂട്ടുമ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 70,000 ആയിരുന്നു. തൊട്ട് മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 7,40,000 ഉണ്ടായിരുന്നു. സിംപ്ലി പറയുകയാണെങ്കിൽ അതിൽ നിന്ന് 40,000 രൂപയുടെ ക്യാഷ് കുറച്ചാൽ മതി. ഇത്രയും കാൽക്കുലേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളൊരു ബേസ് ലെവലിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ 7 lakh ആണ്. കറണ്ട് ലയബിലിറ്റിയിലോ? കറണ്ട് ലയബിലിറ്റിയും കുറഞ്ഞു അല്ലേ? 40,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കറണ്ട് ലയബിലിറ്റി നമ്മൾ എത്രയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? 1,40,000 ആയിരുന്നു കറണ്ട് ലയബിലിറ്റി. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത കറണ്ട് ലയബിലിറ്റി 1,40,000 ആയിരുന്നു. ആ 1,40,000 നിന്ന് എന്ത് പോയി? സ്വാഭാവികമായിട്ടും 40,000 രൂപ പോയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1,40 നിന്ന് 40 പോയാൽ വലിയ സിമ്പിൾ 1,00,000 രൂപയേ ഉള്ളൂ ഇപ്പോൾ കറണ്ട് ലയബിലിറ്റി. അങ്ങനെയാണെങ്കിൽ കറണ്ട് റേഷ്യോ എത്രയായിട്ട് മാറി? കറണ്ട് റേഷ്യോ എത്രയായിരിക്കും? കറണ്ട് റേഷ്യോ എത്രയായിരിക്കും? 7 lakh ഡിവൈഡഡ് ബൈ 7 lakh ഡിവൈഡഡ് ബൈ 1 lakh. ഈസി, 7 ആണ് ഉത്തരം വരുന്നത് അല്ലേ? ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. സോ കറണ്ട് റേഷ്യോ 7 ആയിട്ട് മാറി. തൊട്ട് മുന്നേ കറണ്ട് റേഷ്യോ എത്രയായിരുന്നു? 5.28 ആയിരുന്നു കറണ്ട് റേഷ്യോ. 5.28 5.28 എന്നുള്ള കറണ്ട് റേഷ്യോ ഒരു 40,000 പേബിൾ ക്യാഷ് ഉപയോഗിച്ച് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? കറണ്ട് റേഷ്യോ കൂടി. കറണ്ട് റേഷ്യോ എന്ത് ചെയ്തു? കൂടി. 5.28 നിന്ന് 7 ആയിട്ട് മാറി. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. കറണ്ട് റേഷ്യോ എന്ത് ചെയ്തിരിക്കുന്നു? ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, കാരണം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്പർ അല്ല തന്നിരിക്കുന്നത്, ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കൂടി ഏതൊക്കെ കുറഞ്ഞു എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ കറണ്ട് റേഷ്യോ കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്വിക്ക് റേഷ്യോ ഒന്ന് നോക്കാം അല്ലേ? ക്വിക്ക് റേഷ്യോയിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മുടെ ക്വിക്ക് അസറ്റ്സ് എത്രയായിരുന്നു? നേരത്തെ ക്വിക്ക് അസറ്റ്സ് 3,00,000 ആയിരുന്നു. അപ്പോൾ 3,00,000 നിന്ന് ക്യാഷ് 40,000 പോയി കഴിഞ്ഞാൽ പിന്നെ 2,60,000 അല്ലേ ഉള്ളൂ. സോ 2,00,000 ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു 2,60,000 ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എത്രയാണ്? തൊട്ട് മുന്നേ കണ്ടുപിടിച്ചില്ലേ? 1 lakh. 1,40 നിന്ന് 40 പോയിട്ട് 1 lakh ഉള്ളൂ കറണ്ട് ലയബിലിറ്റി. സോ ദാറ്റ് ഈസ് ലൈക്ക് 2.6. 2.6 ആണ് ക്വിക്ക് റേഷ്യോ വരുന്നത്. 40,000 രൂപ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ, അക്കൗണ്ട്സ് പേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2.6 ആയിരുന്നു. സോ ഓൾറെഡി അത് 2.14 ആയിരുന്നു നേരത്തെ. ഈ ഒരു പേയ്മെൻറ്റ് നടന്നതിന് ശേഷം അത് എത്രയായിട്ട് മാറി? 2.6 ആയിട്ട് മാറി. വിച്ച് മീൻസ് അതും ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്, ഇൻക്രീസ് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ആ ഒരു അക്കൗണ്ട്സ് പേബിൾ കാശ് ഉപയോഗിച്ച് കൊടുത്തത് മൂലം നമ്മുടെ കറണ്ട് റേഷ്യോയും ഇൻക്രീസായി, ക്വിക്ക് റേഷ്യോയും ഇൻക്രീസായി. ഇനി നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് ബോത്ത് റേഷ്യോസ് വിൽ ഡിക്രീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്.
ഇൻക്രീസ് അല്ല, ഡിക്രീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ബി, കറണ്ട് റേഷ്യോ വിൽ ഡിക്രീസ്, ക്വിക്ക് റേഷ്യോ വിൽ ഇൻക്രീസ്. ആണോ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ രണ്ടും കൂടി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ബോത്ത് റേഷ്യോസ് വിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ഡി. രണ്ട് റേഷ്യോസും കൂടി. അപ്പോൾ ഈ രണ്ട് റേഷ്യോസും കൂടി എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലാണ് മനസ്സിലാവുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുതരാം. കാരണം ഈ 40,000 രൂപ ഈക്വലായിട്ടാണ് മുകളിലും താഴെയും കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈക്വലായിട്ട് കുറയുമ്പോൾ നോർമലി ഇൻക്രീസ് ആയിരിക്കുമോ ഡിക്രീസ് ആയിരിക്കുമോ സംഭവിക്കുക? ന്യൂമറേറ്റർ കൂടുമ്പോൾ ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ സംഭവിക്കുക? ഡിനോമിനേറ്ററിൽ മാറ്റം വരുമ്പോൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ സംഭവിക്കുക? പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ നോർമൽ രീതിയിൽ സ്റ്റാൻഡേർഡ് രീതിയിൽ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, കൂടുമെന്ന് മനസ്സിലായി, ശരി ഉത്തരം കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കറണ്ട് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസിയാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണോ ചോദിച്ചിരിക്കുന്നത്? സെയിം ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് 40,000 സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓൾറെഡി നമ്മൾ കറണ്ട് റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 5.28 വിച്ച് മീൻസ് 5.29 ആയിരിക്കും. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 5.29. ഞാനത് എന്തുകൂടെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെയിം ഡേറ്റ തന്നിട്ട് കറണ്ട് റേഷ്യോ ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ചെയ്തു. സോ ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ, 5.29. ഓക്കെ, നൗ ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നൊരു കാര്യം, ഇതിനകത്ത് January 1 ഉണ്ട്, December 31 ഉണ്ട്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വിക്ക് റേഷ്യോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ എന്നാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻഡ് ഓഫ് ദി ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരെ കൺസിഡർ ചെയ്താൽ മതി? December 31 കൺസിഡർ ചെയ്താൽ മതി. January 1 ഡേറ്റ നമ്മളെ സംബന്ധിച്ച് എന്തല്ല, ഇമ്പോർട്ടൻ്റ് അല്ല, ഇൻവാലിഡ് ആണ്. മാത്രമല്ല പൊതുവേ ലിക്വിഡിറ്റി റേഷ്യോസിൽ നമ്മൾ ഇയർ എൻഡിലെ ബാലൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കോൺസെപ്റ്റിൽ ഓർത്ത് വെച്ചേക്കുക. ലിക്വിഡിറ്റി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇയർ എൻഡിലെ ഡേറ്റയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. നമ്മളിനി പഠിക്കാനുള്ളൊരു റേഷ്യോസ് ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയും. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, അങ്ങനെയുള്ള റേഷ്യോസ് ഉണ്ട്. അത്തരം റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആവറേജ് വാല്യൂ എടുക്കാറുണ്ട്. അതായത് ഓപ്പണിംഗ് വാല്യൂവും ക്ലോസിംഗ് വാല്യൂവും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ശരാശരി അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കിട്ടും. ബട്ട് ലിക്വിഡിറ്റീൻ്റെ കേസിൽ നമ്മൾ ഏതാ പ്രിഫർ ചെയ്യുന്നത്? ഇയർ എൻഡ് വാല്യൂ ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ December 31 ഡേറ്റ മാത്രം എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടുന്ന എന്താണ്? ക്വിക്ക് റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ ക്വിക്ക് റേഷ്യോയിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഏതൊക്കെയാണ് വരിക? ഒബ്വിയസ്ലി ക്യാഷ് 62,000 വരും, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വരും 35,000, അക്കൗണ്ട്സ് റിസീവബിൾ വരും 47,000, ഇൻവെൻട്രി വരുമോ? വരില്ല. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് വരുമോ? ഇല്ല, ഫിക്സഡ് അസറ്റ് അല്ലേ. അക്കൗണ്ട്സ് പേയബിൾ എവിടെ വരും? കറണ്ട് ലയബിലിറ്റിയിൽ വരും. അക്രൂഡ് ലയബിലിറ്റീസ് തീർച്ചയായിട്ടും വരും. അക്രൂഡ് ലയബിലിറ്റീസ് എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്, 11,000 വരും. 7% ബോണ്ട് പേയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ലോങ് ടൈം ലയബിലിറ്റി ആണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയിൽ ആരൊക്കെയുള്ളൂ? അക്കൗണ്ട്സ് പേയബിളിൻ്റെ 84,000, അക്രൂഡ് ലയബിലിറ്റീസിൻ്റെ 11,000. അക്രൂഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിച്ചു, പൈസ കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ടെന്നുള്ളത് എന്താണ്? ലയബിലിറ്റി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ ഏതൊക്കെ കൂട്ടിയാൽ മതി? വാല്യൂസ് ഒന്ന് എടുക്കാം. 62,000 പ്ലസ് 35,000 പ്ലസ് 47,000. ജസ്റ്റ് ഒന്ന് അടിച്ചോട്ടെ. 62,000 പ്ലസ് 35,000 then 47,000 അത്രയും വരുമ്പോൾ നമുക്ക് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കിട്ടി 144,000. ഓക്കെ, ഇനി ഏതാ വേണ്ടത്?
അക്കൗണ്ട്സ് പേബിളും അക്രൂഡ് ലയബിലിറ്റീസ് 84, 11, 95. കറണ്ട് ലയബിലിറ്റീസ് എത്രയാ? 95,000. കറണ്ട് ലയബിലിറ്റീസ് 95,000. അപ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഡിവൈഡഡ് ബൈ 95,000, 1.515. കറണ്ട് റേഷ്യോ എത്ര വരുന്നത്? കറണ്ട് റേഷ്യോ അല്ല, ക്വിക്ക് റേഷ്യോ എത്ര വരുന്നത്? 1.15. 1.52 കൊണ്ട് 1.51 ആണ് അല്ലേ? 1.51 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ അത് റൗണ്ട് ഓഫ് ചെയ്തിരിക്കുകയാണ് നിയറസ്റ്റ് വാല്യൂയിലേക്ക്. 1.51 എന്നുള്ളത് 1.52 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കിട്ടുന്ന സമയത്ത് അങ്ങനെ നിയറസ്റ്റ് വാല്യൂയിലേക്ക് നോക്കുക. പലപ്പോഴും IMAയുടെ ആൻസേഴ്സ് റൗണ്ടഡ് ഫിഗർ ആയിരിക്കും. ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോ ഇസ് ലൈക്ക് 1.52. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഉണ്ട് അവിടത്തെ കൊടുത്തിട്ടുണ്ട് 1.516 റൗണ്ടഡ് ഓഫ് ടു 1.52. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉള്ള മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല. കോംപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ് വരും, ബട്ട് അറ്റ് ദ മോമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് ആ ഇക്വേഷനും കോൺസെപ്റ്റും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വളരെ നിസ്സാരമായിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈവൻ കാൽക്കുലേറ്ററിൻ്റെ പോലും സഹായമില്ലാതെ ചില കുട്ടികൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കമ്പാരിസൺ ആണ്. ഓപ്ഷൻസിൽ നമുക്ക് നമ്പേഴ്സ് അല്ല, സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് എബോ, ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഈസ് ഏബിൾ ടു കൺക്ലൂഡ് ദാറ്റ്. ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്തായിരിക്കും കൺക്ലൂഡ് ചെയ്യുക? നമുക്ക് 3 കമ്പനികളുടെ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. 3 കമ്പനികളുടെ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്ക് 3 പേരുടെ എന്ത് കാണാം? കറണ്ട് റേഷ്യോ എന്ത് ചെയ്യാം, കാണാം. ഇവിടെ വേറെ ലിക്വിഡിറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ക്വിക്ക് റേഷ്യോൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കറണ്ട് റേഷ്യോസ് 3 കമ്പനിയുടെയും ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 1 സെക്കൻഡ്, ഡേറ്റ ഒന്ന് കോപ്പി ചെയ്തോട്ടെ. ആദ്യം നമുക്ക് കമ്പനി എയുടെ കറണ്ട് റേഷ്യോ നോക്കാം. ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് 1.23. കമ്പനി എയുടെ കറണ്ട് റേഷ്യോ എത്രയാണ്? 1.123. നമുക്ക് 1.3 എന്നോ മറ്റോ റൗണ്ട് ഓഫ് ചെയ്യാം. കമ്പനി ബി എടുക്കുകയാണെങ്കിൽ 1,25,000 divided by 970,000. That is 1.28. 1.28 റൗണ്ട് ഓഫ് ചെയ്താൽ 1.29 എന്ന് വരും. കമ്പനി സിൻ്റെ എടുക്കുകയാണെങ്കിൽ 870,000 divided by 620,000. That is 1.4. അപ്പോൾ 3 കമ്പനികളുടെയും കറണ്ട് റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 കമ്പനികളുടെയും കറണ്ട് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള കമ്പനി? വിച്ച് കമ്പനി ഹാസ് ദ മോസ്റ്റ് ലിക്വിഡിറ്റി? ഒബ്വിയസ്ലി കമ്പനി സി അല്ലേ. 1.4 ഉണ്ട്. അതായത് ഒരു കറണ്ട് ലയബിലിറ്റിക്ക് ഓൾമോസ്റ്റ് 1.4 എന്തുണ്ട്, ഓൾമോസ്റ്റ് അല്ല 1.4 ഇരട്ടി കറണ്ട് അസറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. ഏറ്റവും കുറവ് ലിക്വിഡിറ്റി ആർക്കാണ്? കമ്പനി എയ്ക്കാണ്. അപ്പോൾ കമ്പനി എനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ബിയും സിയും കുറച്ചുകൂടെ ബെറ്ററാണ്. ഏറ്റവും അടിപൊളി ആരാണ്? കമ്പനി സി ആണ്. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം എന്താ തന്നിട്ടുള്ളതെന്ന്. കമ്പനി എ ആൻഡ് ബി ബോത്ത് ഹാവ് ഹയർ ലിക്വിഡിറ്റി ദാൻ കമ്പനി സി. ശരിയാണോ? കമ്പനി എയ്ക്കും ബിക്കും സിനേക്കാൾ ലിക്വിഡിറ്റി ഉണ്ടെന്ന് ആണോ? അല്ല, സി അല്ലേ മിടുക്കൻ, സി ആണ് ബെറ്റർ വൺ. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റല്ലേ? തെറ്റാണ്. കമ്പനി ബി ഹാസ് ദ ഹയസ്റ്റ് ലിക്വിഡിറ്റി ആണോ? കമ്പനി സിക്കല്ലേ ഹയസ്റ്റ് ലിക്വിഡിറ്റി 1.4. ആ ഓപ്ഷനും തെറ്റാണ്. കമ്പനി ബി ആൻഡ് സി ബോത്ത് ഹാവ് ഹയർ ലിക്വിഡിറ്റി ദാൻ കമ്പനി എ. കമ്പനി ബിക്കും സിക്കും കമ്പനി എയേക്കാൾ ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയല്ലേ? കമ്പനി എയേക്കാൾ ബെറ്റർ ആണ് ആര്? ബിയും സിയും. ബി സി എന്താ ബി സി എന്ന് പറഞ്ഞാൽ? ദാറ്റ്സ് മൈ നെയിം, ബിപിൻ ചന്ദ്രൻ. ഓക്കെ,
So that option is the right answer. B and C have higher liquidity than company A. Let's see. അപ്പോൾ നമ്മളത് ആൻസർ കണ്ടെത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? മൂന്നെണ്ണത്തിൻ്റെയും കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ വേറെ സെനാരിയിലാണെങ്കിൽ ചിലപ്പോൾ ക്വിക്ക് റേഷ്യോ വെച്ചിട്ട് ആർക്കാണ് കൂടുതൽ ക്വിക്ക് റേഷ്യോ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂന്നെണ്ണത്തിൻ്റെയും ക്വിക്ക് റേഷ്യോ എന്ത് ചെയ്യണം? പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഒരു ബ്രെയിൻ ടെസ്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴാണ് വരുന്നത്. ഇതുവരെ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദിസ് ക്വസ്റ്റ്യൻ വിൽ ടെസ്റ്റ് യു. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുദ്ധി വൈഭവത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. സോ അറ്റ് ദ മോമെൻറ്റ് നമുക്കിവിടെ കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും നമ്മൾ എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റേഷ്യോസിനകത്ത് ഇന്ന പോലത്തെ ഡിക്രീസും ഇൻക്രീസും ഒക്കെ ഉണ്ടാവും എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സേഫർ സൈഡിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിലുള്ള ഡേറ്റ് വെച്ചിട്ട് കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓരോ ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് തന്നെ കറണ്ട് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ എന്ത് ചെയ്യാം? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ കറണ്ട് റേഷ്യോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. കറണ്ട് റേഷ്യോ ഈസ് ഇക്വൽ ടു CA ഡിവൈഡ് ബൈ CL അല്ലേ? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്? ക്യാഷ് കറണ്ട് അസറ്റ് ആണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് കറണ്ട് അസറ്റ് ആണ്, അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ കറണ്ട് അസറ്റ് ആണ്, ഇൻവെൻ്ററി കറണ്ട് അസറ്റ് ആണ്, പിന്നെ കറണ്ട് ലയബിലിറ്റീസ് ഡയറക്റ്റ്ലി തന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ 2,60,60,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 2,60,60,000 ഡിവൈഡഡ് ബൈ 2,60,60,000 ആണല്ല, 26 ലക്ഷമാണ്. 26 ലക്ഷം ഡിവൈഡഡ് ബൈ ടോട്ടൽ ലയബിലിറ്റീസ് 13 ലക്ഷം. വളരെ സിമ്പിളാണ്, 2 ഉത്തരം വരിക അല്ലേ? 26 ഡിവൈഡ് ബൈ 13 അത്രയേ ഉള്ളൂ. 26 ലക്ഷം ഡിവൈഡ് ബൈ 13 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ 2 ആണ് കറണ്ട് റേഷ്യോ. നിലവിലുള്ള കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അതായത് കറണ്ട് റേഷ്യോ എത്രയാണ്? 2 ആണ്. ഇനി നമുക്ക് ക്വിക്ക് അസറ്റ്സിൻ്റെ ക്വിക്ക് റേഷ്യോ കൂടെ കണ്ടുപിടിക്കാം. ക്യാഷ് ക്വിക്ക് അസറ്റ് ആണ് ഇല്ലേ? ക്യാഷ് ക്വിക്ക് അസറ്റ് ആണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ക്വിക്ക് അസറ്റ് ആണ്, അക്കൗണ്ട്സ് റിസീവബിൾ ക്വിക്ക് അസറ്റ് ആണ്, ഇൻവെൻട്രി ക്വിക്ക് അസറ്റ് അല്ല, നോ അല്ലേ? ക്വിക്ക് അസറ്റ് അല്ല. അങ്ങനെ വരുമ്പോൾ ഇൻവെൻട്രിയുടെ ഒരു 14,50,000 കുറച്ചിട്ടുള്ള വാല്യൂ ആണ് ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞു വരിക. ക്വിക്ക് അസറ്റ് ഈസ് ഇക്വൽ ടു എത്ര വരും? ഏതൊക്കെയാണ് നമ്മൾ കൂട്ടേണ്ടത്? 2,50,000 പ്ലസ് 1 lakh പ്ലസ് 8 lakh അല്ലേ? ഇത്രയും കാര്യങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈസ് ഇക്വൽ ടു ജസ്റ്റ് കൂട്ടിയോ. അതെനിക്കൊന്ന് ഒരെണ്ണത്തിനകത്ത് ഈ സിമ്പിൾ ഉള്ളത് കൊണ്ടാണ് വാല്യൂ വരാത്തത്. 1 സെക്കൻഡ്. യെസ്, this is the total value of quick assets. കറണ്ട് ലയബിലിറ്റീസിൽ മാറ്റമില്ല. അപ്പം ക്വിക്ക് റേഷ്യോ ഇസ് ഇക്വൽ ടു QR ഇസ് ഇക്വൽ ടു അറിയാം, ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം കിട്ടിക്കാണും ഇപ്പോൾ അല്ലേ? ഡിവൈഡഡ് ബൈ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ 2,60,000 അല്ല 26 lakh 26,000 2,60,60,000 26 ലക്ഷം. യെസ്, 0.442. സോ കറണ്ട് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 0.44. നല്ല റേഷ്യോ ആണോ? അല്ല അല്ലേ? 1:1 ആണ് വരേണ്ടത്. സോ കറണ്ട് റേഷ്യോ നമുക്കറിയാം 2 ആണ്. ക്വിക്ക് റേഷ്യോ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 0.44 ആണ്.
അപ്പോൾ ഇനി നമ്മുടെ ചോദ്യത്തിലെ ഓരോരോ സെനാരിയോസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആസിഡ് ടെസ്റ്റ് ക്വിക്ക് റേഷ്യോ വിൽ ഡിക്രീസ് ഇഫ് എ പേയ്മെൻറ്റ് ഓഫ് 1 lakh ക്യാഷ് ഈസ് യൂസ് ടു പർച്ചേസ് ഇൻവെൻ്ററി. നിങ്ങളുടെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഡിക്രീസ് ചെയ്യും. എന്ത് ചെയ്യുമ്പോൾ? 1 ലക്ഷം കാശ് ഉപയോഗിച്ച് നിങ്ങൾ ഇൻവെൻ്ററി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആസിഡ് ടെസ്റ്റ് ക്വിക്ക് റേഷ്യോ കുറയും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എമൗണ്ട് എത്രയാണ്? 1 ലക്ഷം. നമുക്ക് നോക്കാം കുറയോ ഇല്ലയോ എന്ന്. സോ 1 lakh ക്യാഷ് ഉപയോഗിച്ചിട്ട് ഇൻവെൻ്ററി പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ എന്താ സംഭവിക്കുക? എന്താ മക്കളെ സംഭവിക്കുക? 1 ലക്ഷം ഇൻവെൻ്ററി വാങ്ങുമ്പോൾ ക്യാഷ് ഡിക്രീസ് ചെയ്യും അല്ലേ? ക്യാഷിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻവെൻ്ററി അല്ലേ വാങ്ങിക്കുന്നത്? അല്ലേ, ഇൻവെൻ്ററി വാങ്ങുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇൻവെൻ്ററി വാങ്ങുമ്പോൾ ഇൻവെൻ്ററി എന്ന് പറയുന്ന അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻവെൻ്ററി എന്ന് പറയുന്ന അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഇൻവെൻ്ററി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ക്വിക്ക് റേഷ്യോനെ എങ്ങനെയാണ് ബാധിക്കുക? ക്വിക്ക് റേഷ്യോനെ ബാധിക്കും. കാരണം എന്താ? ഇൻവെൻ്ററിയിലേക്കാണ് പോകുന്നത്. ഇൻവെൻ്ററി എതിൽ വരുന്നില്ല? ക്വിക്ക് അസറ്റ്സിൽ നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നില്ല, ഇൻവെൻ്ററിനെ കൺസിഡർ ചെയ്യുന്നില്ല. മറിച്ച് നമ്മുടെ ക്യാഷ് ആണെങ്കിൽ കുറയുന്നുമുണ്ട് അല്ലേ? സോ ക്യാഷ് നമുക്ക് നിലവിൽ ക്വിക്ക് അസറ്റ് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 115,440 എന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ക്യാഷ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ന്യൂ ക്വിക്ക് അസറ്റ് എത്രയാ? ഇപ്പോൾ ഉള്ള ക്വിക്ക് അസറ്റ് എത്രയാ? 11,50,000 മൈനസ് 1 lakh എത്ര വരിക? 11,50,000 മൈനസ് 1 lakh എത്ര വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 10,80,000. സോ നമ്മുടെ ക്വിക്ക് അസറ്റ് എത്ര ആയിട്ട് കുറഞ്ഞു? 10,50,000 ആയിട്ട് മാറി. 10,50,000 മാറി. കറണ്ട് ലയബിലിറ്റിയിൽ വ്യത്യാസമുണ്ടോ? കറണ്ട് ലയബിലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. ഇൻവെൻ്ററി വന്നിട്ടുണ്ട്, അസറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ക്വിക്ക് അസറ്റ്സിൽ നമ്മൾ ഇൻവെൻ്ററിനെ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം ബേസിക്കൽ ലെവലിൽ കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്ക് ചിന്തിക്കാം. ക്വിക്ക് അസറ്റിൻ്റെ ന്യൂമറേറ്റർ വാല്യൂ എന്ത് ചെയ്തു? കുറഞ്ഞു. മുകളിലുള്ള വാല്യൂ കുറഞ്ഞു, താഴെ ചേഞ്ചും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി റേഷ്യോ എന്ത് ചെയ്യും? ഡിക്രീസ് ആയിരിക്കും ചെയ്യുന്നത് അല്ലേ? നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റോടെ ചെയ്ത് നോക്കാം. അപ്പോൾ ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു 10,50,000 ഡിവൈഡഡ് ബൈ 26 ലക്ഷമാണ് കറണ്ട് ലയബിലിറ്റി. 0.40 ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. എത്രയായിരുന്നു നേരത്തെ? ഇവിടെ 0.44 എന്നായിരുന്നു ക്വിക്ക് റേഷ്യോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് എത്ര ആയിട്ട് മാറി? 0.40 ആയിട്ട് മാറി. അഗെയിൻ ഇത് കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എന്താ? വാട്ട് ഇസ് ദ റീസൺ? മെയിൻ റീസൺ എന്താണ് അതിൻ്റെ? തീർച്ചയായിട്ടും ന്യൂമറേറ്റർ ഡിക്രീസ് ആവുകയും ഡിനോമിനേറ്റർ സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ ഡിക്രീസ് ആണ് ചെയ്യുക. കോൺസെപ്റ്റ് ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആസിഡ് ടെസ്റ്റ് റേഷ്യോ വിൽ ഡിക്രീസ് ഇഫ് 1 lakh ക്യാഷ് ഈസ് യൂസ് ടു പർച്ചേസ് ഇൻവെൻ്ററി എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയല്ലേ? തീർച്ചയായിട്ടും അത് ശരിയാണ്. നമുക്ക് നോക്കാം റൈറ്റ് ആൻസർ ആണോ എന്നുള്ളത്. അപ്പോൾ ഈ കേസിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് കറക്റ്റ് കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷൻസും നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഓപ്ഷൻ ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കറണ്ട് റേഷ്യോ വിൽ ഡിക്രീസ് ഇഫ് എ പേയ്മെൻറ്റ് ഓഫ് 1 lakh ക്യാഷ് ഈസ് യൂസ് ടു പേ 1 lakhs അക്കൗണ്ട്സ് പേയബിൾ. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? കറണ്ട് റേഷ്യോ കുറയുമെന്ന് അറിയണം. എന്താ ചെയ്തിരിക്കുന്നത്? 1 ലക്ഷം കാശ് ഉപയോഗിച്ചിട്ട് 1 ലക്ഷം അക്കൗണ്ട്സ് പേയബിൾ കൊടുത്തു. അപ്പോൾ നേരത്തെ നമ്മുടെ കറണ്ട് അസറ്റ് എത്രയായിരുന്നു? കറണ്ട് അസറ്റ് 2,60,000. സോറി, നമ്മളിവിടെ 2,60,000 ആണല്ലേ ലയബിലിറ്റി ആയിട്ട് എപ്പോഴും കൂട്ടിയത്. സ്ലൈറ്റ് മിസ്റ്റേക്ക്. 2,60,000 കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ആയിരുന്നു. നമ്മുടെ ലയബിലിറ്റി എത്രയായിരുന്നു? 13 ലക്ഷമായിരുന്നു. ബട്ട് സ്റ്റിൽ 13 ലക്ഷം ആണെങ്കിൽ നമ്മുടെ ആൻസർ ശരിയായിരിക്കും. ബട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിനോമിനേറ്റർ വാല്യൂ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോറി, നമുക്കൊന്നുകൂടെ ജസ്റ്റ് റീകാൽക്കുലേറ്റ് ചെയ്തേക്കാം. 13 lakhന് പകരം ഞാൻ
0.88 ആണ് വരുന്നത്. അപ്പോൾ ഇരട്ടിയാവുന്നേ ഉള്ളൂ, പക്ഷേ ആൻസർ വിൽ റിമെയിൻ ദ സെയിം. ഓക്കെ, ഇവിടെ 0.88 ആയിരുന്നു, ഇവിടെ 0.807 ആയി. നമ്മൾ ഡിനോമിനേറ്റർ എടുത്തത് കറണ്ട് അസറ്റ് ആണ് ഞാൻ എടുത്ത് ഡിവൈഡ് ചെയ്തത്. സോറി ഫോർ ദ മിസ്റ്റേക്ക്, മനുഷ്യനല്ലേ, അബദ്ധങ്ങൾ പറ്റും. സോ ലെറ്റ് സി, നമ്മളുടെ അടുത്ത ചോദ്യം കറണ്ട് റേഷ്യോ ഉപയോഗിച്ച്, അല്ലെങ്കിൽ കറണ്ട് റേഷ്യോയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആയിരുന്നു. 1 ലക്ഷം രൂപ നിങ്ങൾ അക്കൗണ്ട്സ് പേയബിൾ പേ ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോ കൂടുമെന്നായിരുന്നോ കുറയുമെന്നായിരുന്നോ? ഡിക്രീസ് ചെയ്യുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ 1 lakh ക്യാഷ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കറണ്ട് അസറ്റിൽ നിന്ന് എന്ത് പോവും? 1 ലക്ഷം രൂപ കുറയും അല്ലേ? സോ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ 26 നിന്ന് 25 ലക്ഷമായിട്ട് മാറും. ഡിവൈഡഡ് ബൈ അക്കൗണ്ട്സ് പേയബിളിലും കുറവുണ്ടാവില്ലേ? കാരണം എന്താ, അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റിയാണ്. അത് 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ലക്ഷം കുറഞ്ഞില്ലേ? സോ അക്കൗണ്ട്സ് പേയബിൾ അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി ഇത്രയും ഉണ്ടായിരുന്നത് 13 ലക്ഷമായിരുന്നു. 13 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം പോയാൽ പിന്നെ എത്ര വരിക? 12 ലക്ഷമാണ് വരിക. സോ 12,000, 1,20,000, 12 lakh ഇതാണ് വാല്യൂ വരുന്നത്. അങ്ങനെ വാല്യൂ വരുന്ന സമയത്ത് റേഷ്യോ എന്ന് പറയുന്നത് 2.083. അതായത് എന്ത് സംഭവിച്ചപ്പോഴാ? 1 lakh ക്യാഷ് ഉപയോഗിച്ച് അക്കൗണ്ട്സ് പേയബിൾ പേ ചെയ്തു, അക്കൗണ്ട്സ് പേയബിൾ കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ക്യാഷ് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ അക്കൗണ്ട്സ് പേയബിളിലെ ബാധ്യത എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിടത്തും ഈക്വൽ ആയിട്ടുള്ളൊരു സിമിലർ വാല്യൂ ആണ് ചേഞ്ച് ആയിരിക്കുന്നത്. അസറ്റിൽ നിന്ന് 1 ലക്ഷം പോയി, ലയബിലിറ്റിയിൽ നിന്ന് 1 ലക്ഷം പോയി അല്ലേ? കറണ്ട് അസറ്റിൽ നിന്ന് 1 ലക്ഷം ക്യാഷ് പോയി, അക്കൗണ്ട്സ് പേയബിളിൻ്റെ ബാധ്യത 1 ലക്ഷം പോയി. അപ്പോൾ രണ്ടിടത്തും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് കുറഞ്ഞ സമയത്ത് റേഷ്യോ എന്ത് ചെയ്തു? പക്ഷേ കൂടി. കാരണം നേരത്തെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2 ആയിരുന്നു, ഇപ്പോൾ അത് എത്രയായിട്ട് മാറി? 2.083 ആയിട്ട് മാറി. സോ ദ റേഷ്യോ ഹാസ് ഇൻക്രീസ്ഡ്. നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ഡിക്രീസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ റോങ് ഓപ്ഷൻ. ഡിക്രീസ് അല്ല ചെയ്യുന്നത്, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതേ കാര്യം ചെയ്തു കഴിഞ്ഞാൽ റേഷ്യോ മാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ റേഷ്യോ വിൽ നോട്ട് ചേഞ്ച് ഇഫ് എ പേയ്മെൻറ്റ് ഓഫ് 1 lakh ക്യാഷ് ഈസ് യൂസ് ടു പേ 1 lakhs ഓഫ് അക്കൗണ്ട്സ് പേയബിൾ. ചേഞ്ച് ആവുമെന്ന് നമ്മൾ കണ്ടില്ലേ? 2 നിന്ന് 2.08 ആയില്ലേ? സോ ചേഞ്ച് ആവും. അപ്പോൾ ചേഞ്ച് ആവില്ല എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ എയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്ഷൻ ഡി. ആസിഡ് ടെസ്റ്റ് റേഷ്യോ ചേഞ്ച് ആവില്ല എന്നാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ചേഞ്ച് ആവുമെന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? കണ്ടെത്തി, ശരി ഉത്തരം ക്ലിക്ക് ചെയ്യുകയും ചെയ്തു അല്ലേ? 4.4 ചെയ്യുന്നത് എന്തായിട്ട് 4.8 ചെയ്യുന്നത് 8.8 ചെയ്യുന്നത് എന്തായിട്ട് മാറി? 8.0 ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. സോ ചേഞ്ച് ആവും, ഡിക്രീസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് ഈ ഒരു സെഷൻ എൻഡ് ചെയ്യാം. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടും നമുക്ക് ഇൻഡെപ്ത് ആയിട്ടും നമ്മുടെ റിയൽ മെയിൻ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദിസ് ഡെമോ സെഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാകുക, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്, ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് പഠിച്ച ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CMAൻ്റെ മെയിൻ എക്സാംസിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒരുമിച്ച് അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് അവസാനിപ്പിക്കും. ഓക്കെ, എന്നാലും ഈ തിയറി ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയിട്ട് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എ കമ്പനീസ് ക്യാഷ് റേഷ്യോ വിൽ ഡിക്രീസ് ഇഫ് ദ കമ്പനി ഡാഷ്. ഒരു കമ്പനിയുടെ ക്യാഷ് റേഷ്യോ കുറയും. താഴെ തന്നിരിക്കുന്ന ഏതോ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കമ്പനിയുടെ ക്യാഷ് റേഷ്യോ കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താലായിരിക്കും? ക്യാഷ് റേഷ്യോൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. എന്തില്ല? ഇൻവെൻട്രി ഇല്ല, അക്കൗണ്ട്സ് റിസീവബിൾ ഇല്ല, ഒന്നുമില്ല. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതാ വരുന്നത്. പർച്ചേസസ് മെറ്റീരിയൽസ് ഓൺ അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ഇമാജിനറി എമൗണ്ട് ഇട്ടിട്ട് ചുമ്മാ എന്തെങ്കിലും അടിച്ചു നോക്കണം. അപ്പം
നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ, നമ്മുടെ കോൺസെപ്റ്റ് ലെവലിൽ ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ നമ്മൾ ചുമ്മാ അതൊരു നമ്പർ ഇട്ടിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓക്കെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 രൂപയാണ് എന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ഹൗ മച്ച്? കറണ്ട് ലയബിലിറ്റി ഒരു 50 ആണെന്ന് കൂട്ടിക്കോ. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ 50 ആണ് കറണ്ട് ലയബിലിറ്റി. 50 ആണെങ്കിൽ നമ്മുടെ ക്യാഷ് റേഷ്യോ എത്രയായിരിക്കും? 100 ഡിവൈഡഡ് ബൈ 50 വിച്ച് ഈസ് 2. അപ്പോൾ ഈ ഒരു അസംഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ചുമ്മാ നമ്പർ ഇട്ട് എന്ത് ചെയ്യാം? ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് പർച്ചേസസ് മെറ്റീരിയൽസ് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കടത്തിന് സാധനം വാങ്ങിച്ചു. കടത്തിന് സാധനം വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? കടത്തിന് സാധനം മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നില്ല, പക്ഷേ ഇൻവെൻറ്ററി വരുന്നുണ്ട്, മെറ്റീരിയൽ ഇൻവെൻറ്ററി വരുന്നുണ്ട്. പക്ഷേ ക്യാഷ് റേഷ്യോയിൽ നമ്മൾ ഇൻവെൻറ്ററി എടുക്കുമോ? എടുക്കത്തില്ല. അപ്പം ക്യാഷ് ഇക്വലൻസിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് വരുന്നില്ല. പക്ഷേ കടത്തിന് വാങ്ങിച്ചത് കൊണ്ട് തന്നെ എന്ത് കൂടും? തീർച്ചയായിട്ടും കറണ്ട് ലയബിലിറ്റി കൂടും, അക്കൗണ്ട്സ് പേബിൾ കൂടും അല്ലേ? അപ്പം നമ്മൾ 20 രൂപയുടെ മെറ്റീരിയലാണ് മേടിച്ചതെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് പേയബിൾ 20 കൂടുമ്പോൾ കറണ്ട് ലയബിലിറ്റി എത്ര ആയിട്ട് മാറും? 70 ആയിട്ട് മാറത്തില്ലേ? 100ൽ ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇല്ല. കാരണം ഇൻവെൻറ്ററി നമ്മൾ എന്ത് ചെയ്യില്ല? ക്യാഷ് റേഷ്യോയിൽ ഉൾപ്പെടുത്തില്ല. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 70 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് എന്ത് വരും? ഡിക്ലൈൻ അല്ലേ വരുന്നത് റേഷ്യോയിൽ? 1.42 ആയിട്ട് മാറി. 2000 എന്ന റേഷ്യോ എത്ര ആയിട്ട് മാറി? 1.42 ആയിട്ട് മാറി. ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കറണ്ട് ക്യാഷ് റേഷ്യോ ഡിക്രീസ് ആവുന്ന സെനാരിയോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉത്തരം കിട്ടിയ അവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ അല്ലേ? നമ്മൾ കടത്തിന് സാധനം വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇൻവെൻറ്ററി വരുന്നുണ്ട്, പക്ഷേ ഇൻവെൻറ്ററി ക്യാഷ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യില്ല? അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. കറണ്ട് ലയബിലിറ്റി കൂടി, കടത്തിനാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ലയബിലിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ കൂടിയിട്ടുണ്ട്, ന്യൂമറേറ്റർ ചേഞ്ച് ഇല്ലാതിരിക്കുന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? റേഷ്യോ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, സെയിം കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, നമുക്കൊരു പ്രോപ്പർ കറണ്ട് റേഷ്യോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാം. താഴെ തന്നിരിക്കുന്ന കമ്പനിയുടെ കറണ്ട് റേഷ്യോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് ഇതുപോലെ 2 വർഷം തന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞിരുന്നത്? ലിക്വിഡിറ്റി റേഷ്യോയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇയർ എൻഡാണ് ഡേറ്റ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നെറ്റ് ഇൻകം ഒക്കെയാണ് തന്നിട്ടുണ്ട്, അതൊന്നും ആവശ്യമില്ല. നമുക്ക് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും മാത്രം മതി. അപ്പോൾ നിങ്ങളിത് എൻ്റെ കൂടെ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. ക്യാഷ് കറണ്ട് അസറ്റ് അല്ലേ? ക്യാഷ് കറണ്ട് അസറ്റ് ആണ്. അക്കൗണ്ട്സ് റിസീവബിൾ കറണ്ട് അസറ്റ് ആണ്. ട്രേഡിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ വേറെ പേരിട്ടൊക്കെ നിങ്ങളെ ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആക്കാൻ തരുന്നത്. ട്രേഡിംഗ് സെക്യൂരിറ്റീസോ അതെന്താ സാധനം എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിക്കും. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കറണ്ട് അസറ്റ് ആണ്. ഇൻവെൻറ്ററി കറണ്ട് അസറ്റ് ആണ്. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്തല്ല? കറണ്ട് അസറ്റ് അല്ല, അത് ഫിക്സഡ് അസറ്റ് ആണ്. അക്കൗണ്ട്സ് പേബിൾ എന്താണ്? സ്വാഭാവികമായിട്ടും കറണ്ട് ലയബിലിറ്റി ആണ്. അക്രൂഡ് ലയബിലിറ്റീസ് എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. ഡിഫേർഡ് ടാക്സ് നോർമലി എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടാക്സ് എന്ന് പറയുന്നത് 1 ഇയറിൽ വരുന്നതാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ആണ് ടാക്സ്. സോ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് കാൽക്കുലേഷൻ ഒന്ന് നടത്താം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ ക്യാഷ് കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ജസ്റ്റ് അതിൻ്റെ വാല്യൂസ് മാത്രമായിട്ടൊന്ന് എടുത്തിടാം. 48 അല്ല, നമ്മൾ 62,000 ആണ് എടുക്കേണ്ടത്. ഇയർ എന്താണ് എടുക്കുന്നത്? സോ ക്യാഷ് 62,000 പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ 47,000 പ്ലസ് സെക്യൂരിറ്റീസ് 35,000 മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ്, പ്ലസ് ഇൻവെൻറ്ററി 1,38,000 1,38,000. ഇത്രയേ ഉള്ളൂ അസറ്റ് വരുന്നത് അല്ലേ? 2,82,000 2,82,000. ഇനി കറണ്ട് ലയബിലിറ്റീസ് ആണ് വേണ്ടത്. കറണ്ട് ലയബിലിറ്റീസ് എടുക്കുകയാണെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ 84,000 പ്ലസ് 11,000 അക്രൂഡ് ലയബിലിറ്റീസ്
പ്ലസ് ഡിഫേർഡ് ടാക്സ് 9,000 is equal to 104,000. സോ കറണ്ട് അസറ്റും കിട്ടി, കറണ്ട് ലയബിലിറ്റിയും കിട്ടി. ഇനി എന്താ വേണ്ടത്? കറണ്ട് റേഷ്യോ. കിട്ടാനുള്ളതെല്ലാം കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മാത്രം പോരെ. 282,000 ഡിവൈഡ് ബൈ 104,000, ദാറ്റ് ഈസ് 2.711 എന്നുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. ദിസ് ഈസ് ദ കറണ്ട് റേഷ്യോ. 2.71. 2.71 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ബിയിലുണ്ട്. ഓപ്ഷൻ ബി is 2.71. Okay, there is a slight mistake. I think that will be with deferred tax. Deferred tax ആയിരിക്കും അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. യെസ്, ഡിഫേർഡ് ടാക്സ് ആണ്. സോ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡിഫേർഡ് ടാക്സ് ചില സമയത്ത് നമുക്ക് അസറ്റായിട്ടും വരാറുണ്ട്, ചില സമയത്ത് നമുക്ക് ലയബിലിറ്റീസ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ ഇവിടെ അത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളതിനെ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. സോ നമുക്ക് അവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ടാക്സിൻ്റെ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 84,000 പ്ലസ് 11,000 ആയിട്ട് വരുമ്പോൾ 95,000 ആണ് വരുന്നത്. സോ ദ വാല്യൂ വിൽ ബി ഡിവൈഡഡ് ബൈ 84 പ്ലസ് 11,000, ദാറ്റ് ഈസ് 95,000. അപ്പോൾ ടാക്സിൻ്റെ വാല്യൂ എന്നുള്ള ഡിഫറൻസ് ആണ് അവിടെ വന്നത്. 282,000 ഡിവൈഡഡ് ബൈ 95,000. ഓക്കെ, സോ ദാറ്റ് ഈസ് 2.96 ആണ് ആൻസർ വരുന്നത്. സോ ദാറ്റ് വാസ് ഓപ്ഷൻ എ. 2.96 റൗണ്ട് ഓഫ് ചെയ്ത സമയത്ത് 2.97. സോ ഡിഫേർഡ് ടാക്സ് അവിടെ കൺഫ്യൂഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ആ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ടാക്സ് നമുക്ക് നോർമലി പറഞ്ഞല്ലോ 1 ഇയറിൽ വരുന്നത് കൊണ്ട് തന്നെ അത് കറണ്ട് ലയബിലിറ്റി കാറ്റഗറിയിൽ വരാറുണ്ട്. ബട്ട് ഡിഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് പ്രോപ്പർലി എന്തല്ല, അത് ഈ വർഷത്തത് തന്നെ ആവണമെന്നില്ല. ഡിഫേർഡ് ടാക്സ് ഈ വർഷത്തെ അല്ല, മേ ബി ഇപ്പോൾ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ ടാക്സബിൾ ആയിട്ട് വരുന്നത് ഫ്യൂച്ചറിലായിരിക്കും. ഇപ്പോൾ ആ ടാക്സ് വരത്തില്ല. അതിൻ്റെ ടാക്സ് ലയബിലിറ്റി വരുന്നത് മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സെനാരിയിൽ നമുക്ക് അതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ എടുത്താൽ മതി? അക്കൗണ്ട്സ് പേയബിളും അക്രൂഡ് ലയബിലിറ്റീസും എടുത്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ഡെമോ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ആയിട്ടും നമ്മുടെ CMA USA ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കോഴ്സിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ് നേച്ചറൊക്കെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്, ട്രിക്ക് ചെയ്യുന്ന രീതിയിലാണ്, ചിലപ്പോൾ നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കുന്ന രീതിയിലാണ്. ബട്ട് കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ, ഇക്വേഷൻസ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ, ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ശരിയുത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. സോ ദിസ് ഇസ് me, CMA Bibin Chandan, signing off. Thank you for watching this session. Have a nice day. Goodbye.